സിസ്റ്ററെ, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടലിൽ നിന്ന് ദൈവം വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഈ ബ്രദർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ഈ ബ്രദറിന്റെ പേര് ബാബു. നേമം എന്ന സ്ഥലത്തു നിന്നാണ് ബ്രദർ കടന്നു വരുന്നത്. ബ്രദറിന് 7 വർഷമായിട്ട് ശ്വാസമുട്ടലിൻ്റെ പ്രശ്നമുണ്ട്. 4 നേരം ഇൻഹേലർ എടുക്കുമായിരുന്നു. ഇത് കാരണം ബ്രദറിന് നടക്കാനോ വെയിറ്റ് എടുക്കാനോ ജോലിക്ക് പോകുവാനോ സാധിക്കത്തില്ലായിരുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് ബ്രദർ ജോലിക്ക് പോകുന്നില്ലായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുന്നേ ജോൺ ബ്രദർ ചർച്ചിൽ ഇങ്ങനെ ദൂത് പറഞ്ഞു, ശ്വാസനാളത്തിന് പ്രശ്നമുള്ള ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നുവെന്ന്. ബ്രദർ പറയുന്നത് അപ്പോൾ തന്നെ ബ്രദർ സൗഖ്യമായി എന്നാണ്. ഒരു വലിയ കാര്യം. 4 നേരം ഇൻഹേലർ എടുക്കുമായിരുന്നു. അങ്ങനെയാണോ? 4 നേരം ഉപയോഗിക്കുന്നു. എത്ര നാളായിട്ട് ഇങ്ങനെ 4 നേരം ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്? 3-4 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു. 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എത്ര വർഷമായി ഇത് ശ്വാസമുട്ടൽ തുടങ്ങിയിട്ട്? 7 വർഷം വരും. 7 വർഷമായി. ഇത്രയും നാളും 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഡിക്കേറ്റിലാണ്. ജനറൽ 3-4 മാസം മുമ്പ് 2 പ്രാവശ്യം അഡ്മിറ്റ് ആയി. പക്ഷേ എല്ലാ ശനിയാഴ്ച ഡിസ്ചാർജ് ആകാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പാർട്ടി വരുന്നു, ഞായറാഴ്ച സർച്ച് വരാൻ വേണ്ടി. അത് ഡിസ്ചാർജ് ആകും കിട്ടുന്നത് 6 വരും ചെയ്യും. കർത്താവിൻ്റെ വളരെ സന്തോഷത്തോടെ ഇവിടെ അവർ പറയുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴും ശനിയാഴ്ച ഡിസ്ചാർജ് ആവണമെന്ന് പ്രാർത്ഥിക്കും, ഞായറാഴ്ച ചർച്ചിൽ വരാനായിട്ട്. എന്നാൽ ഇന്ന് ഈ ബ്രദർ ഇവിടെ നിൽക്കുന്നത് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാനല്ല, വലിയൊരു സാക്ഷ്യവുമായി നമ്മുടെ മുൻപിലാണ് ആയിരിക്കുന്നത്. കർത്താവ് കൊടുത്ത 7 വർഷം ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്നുള്ള വലിയൊരു വിടുതൽ നമ്മളോട് പങ്കുവെക്കാനാണ് ആയിരിക്കുന്നത്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. ഒരു ചെറിയ കാര്യമല്ല. 4 നേരം ഇൻഹേലർ രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ 4 നേരം ഇൻഹേലർ ഉപയോഗിക്കണം, അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ബ്രദറിൻ്റെ വാരിയലിൽ മസിൽ ഉരുണ്ട് കയറുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ബ്രദറിന് വേറൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ കഴിഞ്ഞ മാസം ലീഡേഴ്സ് ഹൗസ് വിസിറ്റിംഗ് ചെയ്തപ്പോൾ ബ്രദറിന് അങ്ങനെ ഉണ്ടായി. ബ്രദറിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ലീഡേഴ്സ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അത് മാറിപ്പോയി. അതിനുശേഷം പിന്നീട് ഇതുവരെ അത് ഉണ്ടായില്ല എന്നാണ് ബ്രദർ സാക്ഷ്യം. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാറുണ്ടോ? മസിൽ പിടിക്കുന്ന പ്രയാസം ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം മീറ്റിംഗ് നല്ല ആരാഴ്ച ദൈവ സാന്നിധ്യം വരുന്നാലും ഇങ്ങനെ വരുമായിരുന്നു, ഞാൻ തടവുമായിരുന്നു. ആമേൻ. കർത്താവ് തന്ന സൗഖ്യത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. ആമേൻ. ഈ ബ്രദർ പറഞ്ഞ ഒരു സാക്ഷ്യം വലിയ സാക്ഷ്യമാണ്. അതായത് 4 നേരം ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു. 2 നേരം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതില്ലാതെ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അതിനോടൊപ്പം ചലിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ഇന്നിവിടെ ആയിരിക്കുന്ന ആർക്കെങ്കിലും ഇൻഹേലർ ഉപയോഗിക്കാതെ പറ്റില്ല, അതേപോലെ ശ്വാസതടസ്സമുണ്ട്, പ്രശ്നമുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ആമേൻ. ഇൻഹേലർ ഉപയോഗിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലാതെ പ്രയാസമാണ്, ശ്വാസമുട്ടലാണ് എന്ന് പറയുന്നവർ ആമേൻ. നിങ്ങൾ ആ നെഞ്ചിലോട്ടൊന്ന് കൈവച്ചാട്ടെ. 7 വർഷം ഈ പ്രയാസത്തോടെയാണ് ബ്രദറായിരുന്നത്. ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ ചർച്ചിൽ വരാൻ തക്കോണം കർത്താവ് കൃപ കൊടുത്തു. ഇന്നിവിടെ നിൽക്കുന്നത് വലിയൊരു സൗഖ്യമായിട്ടാണ്. ജീവിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലായിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ സൗഖ്യമാക്കണം. ഈ സമയം നിങ്ങൾ സൗഖ്യമാക്കണം. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജോസഫ് സാറേ, കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാണ്. പ്രിയ കർത്താവേ, ഇവിടെ നിൽക്കുന്ന ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. അവിടുന്നാണ് സൗഖ്യമാക്കുന്നവൻ. നാനാവ്യാധിക്കാരെ സൗഖ്യമാക്കി എന്ന വചനം പറയുന്നു. കർത്താവേ, അതുകൊണ്ട് ഇപ്പോൾ ശ്വാസം മുട്ടലാൽ ഭാരപ്പെടുന്ന, ഇൻഹേലർ ഉപയോഗിക്കാതിരിക്കുന്ന എല്ലാവരിലേക്കും ആ സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി കടന്നു വരട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ. പൂർണ്ണ സൗഖ്യമുണ്ടാകണം. ആ റെസ്പിറേറ്ററി സിസ്റ്റം മുഴുവൻ ക്ലിയർ ആകുവാനിടയാകട്ടെ. പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ. ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ ചലിക്കട്ടെ കർത്താവേ. ഇപ്പോൾ എല്ലാവരും സൗഖ്യമാകട്ടെ. ഈ ഹോളിൽ മാത്രമല്ല, ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലും ഈ പ്രയാസമുള്ള എല്ലാവരും ആ സൗഖ്യം അനുഭവിക്കട്ടെ. കർത്താവ് നൽകിയ സൗഖ്യത്തിനായി സകലരെയും അവിടുന്ന് വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവേ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ആ സൗഖ്യത്തിലേക്ക് വരട്ടെ. ആ ഇരുട്ടിന്റെ ബലമോടയട്ടെ. ശ്വാസതടസ്സം കൊണ്ടുവരുന്ന, ആ ഭയം കൊണ്ടുവരുന്ന, ആ പ്രയാസം കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും ഒടയട്ടെ യേശുവിന്റെ നാമത്തിൽ ഒടയട്ടെ. കർത്താവേ, അലർജി കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിന്റെ ബലങ്ങളും ഒടയട്ടെ. കർത്താവേ, മെഡിസിൻ കൂടാതെ കഴിയത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന
ചിലത് കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ അപ്പാ. ഇപ്പോഴിവർ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നിങ്ങൾക്കുണ്ടായ അനുഭവത്തെ അടുത്ത ആഴ്ച സാക്ഷ്യപ്പെടുത്തണം. താങ്ക് യു ജീസസ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞേ സിസ്റ്ററെ, യേശു തൊട്ടു സൗഖ്യമായി എന്ന അത്ഭുത സാക്ഷ്യവുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് സിസ്റ്റർ സജിതയാണ്. വട്ടപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സിസ്റ്ററിന് 11 വയസ്സ് മുതൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. 21 വയസ്സ് വരെ സിസ്റ്റർ മെഡിസിൻ കഴിച്ചിരുന്നു. ഹാർട്ടിൻ്റെ വാൽവ് ലീക്ക് ആയതായിരുന്നു സിസ്റ്ററിൻ്റെ പ്രശ്നം. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ തന്നെ പറഞ്ഞു, കർത്താവ് തൊട്ട് സൗഖ്യമാക്കുമ്പോൾ മാറട്ടെ, ഞാൻ ഇനി മെഡിസിൻ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു. മെഡിസിൻ ഉപയോഗിക്കാതിരുന്നു. എന്നാൽ 3 ആഴ്ച മുമ്പ് വളരെയധികം ശ്വാസം മുട്ടലും കഠിനമായ നെഞ്ചുവേദനയും ഉണ്ടായി. അപ്പോൾ തന്നെ സിസ്റ്റർ സോളി സിസ്റ്ററിന് മെസ്സേജ് ഇട്ടു, പ്രാർത്ഥിക്കണം, കഠിനമായ നെഞ്ചുവേദനയാണ്, ശ്വാസം മുട്ടലും ഉണ്ടെന്ന് പറഞ്ഞു. സോളി സിസ്റ്റർ ഇങ്ങനെ സിസ്റ്ററിനോട് തിരികെ മെസ്സേജ് ഇട്ടു, ഇപ്പോൾ മിറക്കിൾസിൻ്റെ ലൈവ് നടക്കുകയാണ്, ഞാൻ ലൈവിൽ ഈ വിഷയം കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതിന് ആവശ്യപ്പെട്ടു. വീഡിയോ കോളിലൂടെ അപ്പോൾ ശുശ്രൂഷകർ മിറക്കിൾസ് ആർ നോർമലിൽ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത്, അപ്പോൾ കർത്താവ് തൊട്ടു, തൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. താൻ അനുഭവിച്ചിരുന്ന ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും ആ നിമിഷം തന്നെ മാറിപ്പോയി. ശുശ്രൂഷകർ സിസ്റ്ററിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, സിസ്റ്ററിന് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പറഞ്ഞു, കയറ്റം കയറി നോക്കാൻ പറഞ്ഞു. സിസ്റ്റർ അപ്പോൾ തന്നെ കയറ്റം കയറി നോക്കി, യാതൊരു ബുദ്ധിമുട്ടുമില്ല, പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ. താങ്ക് യു ജീസസ്. സിസ്റ്റർ ഒന്ന് പറയാവോ, ചെറുപ്പം മുതലേ പ്രയാസം ഉണ്ടായിരുന്നു? 21 വയസ്സിന് ശേഷം സിസ്റ്റർ മെഡിസിൻ എടുത്തില്ല? ഇല്ല. അത് എന്താ, വിശ്വാസത്തോടെ നിർത്തിയതാണോ, എന്താണ്? വിശ്വാസം, സാമ്പത്തിക വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ലേ? പ്രയാസം കുറേ നാളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ പോയി തൽക്കാലം മരുന്ന് കഴിക്കും. പ്രയാസം വരുമ്പോൾ മെഡിസിൻ എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ദൈവവിശ്വാസത്തിലൊക്കെ വന്നപ്പോൾ എനിക്ക് ദൈവം തന്നെ സൗഖ്യം തരട്ടെ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. പക്ഷെ ദൈവം ഇന്നുവരെ നടത്തി. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവം എന്ന് പറയാം? എനിക്കൊരു 3 ആഴ്ച കൊണ്ട് ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടിലായിരുന്നു. ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് പറഞ്ഞു, ഹാർട്ട് ഡോക്ടറെ കാണണം, അതെ വാൾവ് ബ്ലഡ് ബ്ലോക്ക് ആവുമായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ശ്വാസം മുട്ടൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കലിലത്തേക്ക് എഴുതി തന്നു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു, പ്രാർത്ഥിച്ചു. അപ്പൊ അതുവരെ എന്തുവായിരുന്നു സിസ്റ്ററിനുണ്ടായ ബുദ്ധിമുട്ട്? എന്തുവായിരുന്നു? ശ്വാസമുട്ടൽ തന്നെ. ശ്വാസമുട്ടലായിരുന്നു പ്രധാന പ്രശ്നം. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അത് കാരണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ലൈവിൽ കയറി പ്രാർത്ഥിച്ചു. എനിക്ക് ലൈവ് പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സമയം തന്നെ മാറി. സമയത്ത് തന്നെ എനിക്ക് ശരീരത്തൊരു തണുപ്പ് അനുഭവിക്കാൻ പറ്റി. കർത്താവ് തൊട്ടത് മനസ്സിലായി. അപ്പോൾ ബ്രദർ പറഞ്ഞു, ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. കയറ്റം കയറിയപ്പോൾ എനിക്ക് പൂർണ്ണമായ സൗഖ്യം വന്നു. ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ആമേൻ. സിസ്റ്റർ വിശ്വാസത്തോടെ ചില സ്റ്റെപ്പുകൾ വെച്ചു. കഴിഞ്ഞ ദിവസം പ്രയാസമുണ്ടായി, പ്രാർത്ഥിച്ച ആ സമയം തന്നെ അത്ഭുതത്തെ തന്റെ ശരീരത്തിൽ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. കർത്താവ് ചെയ്തതിനെ കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ, കർത്താവായ യേശുവിൽ വിശ്വസിച്ചപ്പോൾ തൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു കൂട്ടം അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ഈ സിസ്റ്ററിന്റെ പേര് ഷീബ. നേമം എന്ന സ്ഥലത്തു നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. ആദ്യത്തെ സാക്ഷ്യം സിസ്റ്ററിന്റെ മകൻ ശരത്തിന് വേണ്ടിയാണ്. മകനെ ബാംഗ്ലൂരിൽ ITI എയ്റോനോട്ടിക്കൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിനായിട്ട് വിട്ടിരുന്നു. പക്ഷേ 6 മാസത്തോളമേ ക്ലാസ്സിൽ പോയുള്ളൂ. അതിനുശേഷം ദുശീലങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും മോൻ അടിമയായി. അപ്പോൾ രാത്രി മുഴുവൻ ഗെയിം കളിച്ച് കിടക്കും, രാവിലെ ക്ലാസ്സിൽ പോകത്തില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യത്തില്ല. അങ്ങനെ അറ്റൻഡൻസ് കുറവായിരുന്നു, എക്സാം എഴുതിക്കത്തില്ലെന്ന് പറഞ്ഞു. കൂടാതെ ഈ മകൻ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് മകനൊരു രൂപം കാണുമായിരുന്നു ആ മൊബൈലിൽ. അത് കണ്ട് ഭയന്നിരുന്നു. അപ്പോൾ അത് അമ്മയോട് പറഞ്ഞു. അത് മാത്രമല്ല, ഈ എക്സാമിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ യേശുവിൽ വിശ്വസിക്ക്, ഇനി മുതൽ നീ അത് കാണത്തില്ല. കൂടാതെ സിസ്റ്റർ ജോൺ ബ്രദറിനെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ബ്രദർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന്.
അത്ഭുതം എന്ന് പറയട്ടെ, മകന് പിന്നീട് ആ അനുഭവം ഉണ്ടായില്ല. മാത്രമല്ല എക്സാം എഴുതിച്ചു, 95% മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ വീട്ടിലുണ്ടായ വലിയൊരു അത്ഭുതമാണ്. അമ്മ ഒന്ന് പറയാവോ, മോന് അതിന് ശേഷം എന്ത് മാറ്റം ഉണ്ടായത്? മോന് ഇവിടുന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകെട്ട്, വേണ്ടാത്ത കൂട്ടുകെട്ടും രാത്രിയിലൊക്കെ ഒരുപാട് പോയിട്ട് വെളുപ്പിലൊക്കെയാണ് വീട്ടിൽ വരണതൊക്കെ ആയിരുന്നു. ഞാൻ ഒരുപാട് ഇതിന് വേണ്ടി അങ്ങനെ ആയിരുന്നു. അപ്പം ബാംഗ്ലൂർ പോയപ്പം 6 മാസം തോറും ക്ലാസ്സിന് നന്നായിട്ട് പോയിട്ടിരുന്നു. ഞാൻ ഇപ്പം ചോദിക്കും ക്ലാസ്സിന് പോയാന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലാസ്സിൽ പോകില്ല, കിടന്നു രാത്രി മൊത്തവും കൂട്ടുകെട്ട് കൂടെ വേണ്ടാത്ത ശൂലങ്ങളും ദൂഷ്യലങ്ങളും. എനിക്ക് എൻ്റെ കർത്താവ് യേശുവിനെ മാത്രമേ എനിക്ക് ആരാധിക്കണം. എനിക്കൊരു വീട്ടിലല്ല, അവിടെ നിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നത്. ഇത് ഇവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇത് കൂടിയെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ അറിവേ പോകില്ലായിരുന്നു. ഒരാഴ്ചയിൽ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ ആ ആഴ്ചയിൽ ഫുള്ളായിട്ട് പോകില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു. എനിക്ക് ഒരുപാട് മനപ്രയാസമൊക്കെ ആയിരുന്നു. അവൻ്റെ ഭാവിയായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആ സിസ്റ്റർ പറഞ്ഞു, നീ യേശുവിൽ വിശ്വസിക്കും, നിന്നെ ദൈവം കരുതിക്കോളും. ഇപ്പൊ മോനുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയതിനു ശേഷം അവൻ പരീക്ഷയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അതായത് കഴിഞ്ഞ ഡിസംബറിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് അറ്റൻഡൻസ് കുറവാണ്, എന്നെ പരീക്ഷയ്ക്ക് ഇരുത്തത്തില്ല, എന്നെ പരീക്ഷയ്ക്ക് കയറ്റില്ല. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ നിന്നെ പരീക്ഷയ്ക്ക് കയറ്റും, നീ വിശ്വസിക്കുക, ഞാൻ പ്രാർത്ഥിക്കാം നിനക്ക് വേണ്ടി. ഞാൻ അന്നത്തെ ദിവസം ചർച്ചിൽ വരുമായിരുന്നു. ഇവിടെ ഞാൻ വന്ന് പ്രാർത്ഥിക്കാം മോനെ, അതിൽ എന്തായാലും ഉന്നത പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഉറപ്പുണ്ടായിരുന്നു. നല്ല എനിക്ക് പകുതിയായിരുന്നു. എൻ്റെ സ്വഭാവത്തിൽ നിന്ന് മോൻ മാറിയോ? സ്വഭാവത്തിൽ നിന്നും മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. കർത്താവ് ചെയ്തു ഓർത്ത് നന്ദി പറയാം. നമ്മൾ ചുറ്റും നോക്കിയാൽ യൗവനക്കാർ ലഹരിക്ക് അടിമയായിട്ട് ആര് പറഞ്ഞാലും കേൾക്കാത്ത, അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ. എന്നാൽ ഈ അമ്മ വലിയൊരു സാക്ഷ്യം പറയുന്നത്, അമ്മോൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊടുത്തു. അറ്റൻഡൻസ് ഇല്ലാതെ പരീക്ഷ എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് എക്സാം എഴുതാൻ പറ്റി. വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ കർത്താവ് ഈ അമ്മയുടെ ലൈഫിൽ ചെയ്തത് ഓർത്ത് സ്വതന്ത്രങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. രണ്ടാമത്തെ സാക്ഷ്യം ചർച്ചിൽ വരുന്നതിന് മുന്നേ അമ്മയ്ക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ചർച്ചിൽ തുടർച്ചയായി കടന്നു വന്നതിന് ശേഷം ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി, കുടുംബത്തിൽ സമാധാനം ഉണ്ടായി, ഇപ്പോൾ സന്തോഷമുണ്ട്. ഈ അമ്മ പറയുന്നത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ദൈവത്തിന്. അമ്മയുടെ ലൈഫിനെ കർത്താവ് മാറ്റിവെച്ചു. സമാധാനത്തിന് വേണ്ടിയായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഓടുന്നത്. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഈ അമ്മയുടെ ലൈഫിൽ കർത്താവ് അത് സമൃദ്ധിയായി കൊടുക്കുവാനിടയായി. കർത്താവ് ചെയ്തതിനെ ഓർത്ത് കരങ്ങളെ അടിച്ചാട്ടെ. ഒരു സാക്ഷ്യം കൂടിയുണ്ട്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ അമ്മയുടെ പേഴ്സിൽ ലൈസൻസും ആധാർ കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ എവിടെയോ വെച്ച് അമ്മ അത് മറന്നുപോയി. പിന്നീട് ഇത് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ആധാർ കാർഡുകളും ലൈസൻസും നഷ്ടപ്പെട്ടു. വീട്ടിൽ എല്ലായിടവും തിരക്കി, പക്ഷേ അത് കണ്ടില്ല. കഴിഞ്ഞ മാർച്ചിലായിരുന്നു സംഭവം. ഗുഡ് ഫ്രൈഡേ ദിവസം നമ്മുടെ ഫ്രൈഡേ മീറ്റിങ്ങിൽ കടന്നു വന്നു. ഈ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്കത് കാണിച്ചു തരണം, എനിക്കത് ലഭിക്കണമെന്ന്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ വേറെയും പൈസ കൊടുക്കണം. അപ്പോൾ ആ അമ്മയോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു, നിനക്കത് ലഭിക്കുമെന്ന്. ഈ അമ്മ വീട്ടിൽ തിരികെ പോയി. തിങ്കളാഴ്ച എന്തോ തിരയാൻ വേണ്ടിയിട്ട് ഒരു ചരുവത്തിൽ നോക്കിയപ്പോൾ അവിടെ ആരോ കൊണ്ട് ഒരു പേഴ്സ് വെച്ചിരിക്കുന്നത് പോലെ അതിൽ അമ്മയുടെ നഷ്ടപ്പെട്ട എല്ലാ കാർഡുകളും തിരികെ ലഭിച്ചു. ആ സ്ഥലത്ത് മുൻപ് പലതവണ അമ്മ നോക്കിയതായിരുന്നു. അമ്മ പറയുന്നത്, ഇതിനെ അത്ഭുതമെന്ന് വിളിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ്. അതായത് പല പ്രാവശ്യം നോക്കിയ സ്ഥലത്ത് വീണ്ടും അത് കണ്ടു. പല പ്രാവശ്യം ഞാൻ ആ സ്ഥലത്ത് നോക്കിയാണ്, എല്ലായിടത്തും വെച്ച് വാരിച്ച് നോക്കിയിട്ടൊന്നും എൻ്റെ കണ്ണിൽ അത് കാണിക്കുന്നില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ആരാധനയ്ക്ക് വന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എനിക്കിത് കാണിച്ചു തരുന്നത്. ഇതുപോലെ എത്ര പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അമ്മയ്ക്ക് എത്ര നാൾ മുമ്പാണ് നഷ്ടമായത്? 2 മാസം ആവുന്നു. 2 മാസം തിരഞ്ഞിട്ട് ആ വീട്ടിലൊന്നും ആ സാധനം ഇല്ലായിരുന്നു. ഈ സാക്ഷ്യങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈഫിൽ എന്താണോ നഷ്ടമായത് അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതേത് കാര്യമാണെങ്കിലും ആ നഷ്ടമായതിനെ ഇരട്ടി നന്മയോടെ തിരിച്ചു മടക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ജീസസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
സിസ്റ്ററെ ആരാധനാ മധ്യേ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ ഒരു അത്ഭുത സാക്ഷ്യമാണ് ഈ സിസ്റ്ററിന് പറയാനുള്ളത്. ഈ സിസ്റ്ററിൻ്റെ പേര് ശൈലജ, കുമാരപുരത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്ററിന് നാളുകളായി ഇടത് കാലിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ നീരും വേദനയുമായിരുന്നു. 2 മാസം മുൻപ് ചർച്ചിലേക്ക് വരുമ്പോൾ ചർച്ചിനുള്ളിലേക്ക് കയറി വരാൻ പോലും സിസ്റ്ററിന് പരസഹായം ആവശ്യമായിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ ഒരു വാഹനത്തിൽ ചർച്ചിന് മുന്നിൽ വന്നപ്പോൾ അന്നമോൾ കണ്ടു, കൈ പിടിച്ച് സിസ്റ്ററിനെ സീറ്റിൽ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ വേദനയോടെ സിസ്റ്റർ ഈ വിഷയം പറഞ്ഞു, മോളെ എനിക്ക് ഒട്ടും നടക്കാൻ കഴിയത്തില്ല, കാല് വളരെ വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നമോൾ ഇങ്ങനെ പറഞ്ഞു, ആൻറ്റി ഇന്ന് മടങ്ങി പോകുന്നതിന് മുന്നേ കാലുകൾ പൂർണ്ണമായി സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ആരാധനാ മധ്യേ കർത്താവ് തൊട്ടു പൂർണ്ണമായി സൗഖ്യമായി, വേദനയോ നീരോ പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ്. ഹല്ലേലൂയ. കർത്താവ് ചെയ്തോർത്ത് നന്ദി പറയുന്നു. 2 മാസമായിട്ട് അമ്മയ്ക്ക് പ്രയാസമായിരുന്നു. 7-8 മാസം കൊണ്ട് സുഖമില്ലായിരുന്നു. 17 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. ഇവിടെ വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് കുറവുണ്ടായിരുന്നു. 2 മാസത്തേക്ക് മുമ്പ് എനിക്ക് പെട്ടെന്നൊരു വേദന, കാല് നൂരെ മടങ്ങി ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞായറാഴ്ച വരെ ഒന്ന് ഏജയാളിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്ന് എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആട്ടോയിൽ ഇവിടെ കൊണ്ടുവന്ന് എന്നെ നിർത്തി. ഞാൻ അവിടെ നിന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു ബ്രദർ പറഞ്ഞ് അന്നമോൾ അവിടെ നിൽക്കുകയായിരുന്നു. ഓടി അങ്ങ് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് കൈ പിടിച്ച് ഇനി കയറ്റി ഇവിടെ അപ്പോൾ ഞാൻ മോളെടുത്ത് പറഞ്ഞു, മക്കളെ എനിക്ക് കാല് നടക്കാൻ പറ്റുന്നില്ല മക്കളെ എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി വിഷമിക്കണ്ട, ആൻറ്റി ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ പൂർണ്ണ സൗഖ്യമായിട്ട് ആൻറ്റി പോവുള്ളൂ എന്ന്. അന്നമോള് പറഞ്ഞ ഒരു വാക്കാണ് ഈ അമ്മേനെ ഒത്തിരി ബലപ്പെടുത്തുവാനിടയായി. നിങ്ങൾ ഓരോരുത്തരും പറയുന്ന വാക്കുകൾ അത് ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് ഒഴുകുന്നതാ. അമ്മ അന്ന് പോയത് സൗഖ്യത്തോടെയാ. ഹല്ലേലൂയ. ഒത്തിരി പ്രയാസത്തോടെ വന്നത് ഈ അമ്മ ആരോഗ്യത്തോടെ മടങ്ങി പോകാനിടയായി. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. താങ്ക് യു. അതുപോലെ തന്നെ സിസ്റ്ററെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് മറ്റു 2 വിഷയങ്ങളിൽ കൂടെ വിടുതൽ പ്രാപിച്ചതാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. കൊച്ചുമോൾക്ക് 1 മാസം മുൻപ് കടുത്ത പനിയായിരുന്നു. രാത്രി 12 മണിക്ക് മകൾ വിളിച്ചു പറഞ്ഞു, മോളെ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, കടുത്ത പനിയാണെന്ന് പറഞ്ഞു. സിസ്റ്റർ വിശ്വാസത്തോടെ പറഞ്ഞു, യേശു ജീവിക്കുന്നു, കർത്താവ് അത്ഭുതം ചെയ്യും, രാവിലെ തന്നെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്നാൽ വെളുപ്പിന് 2 മണിക്ക് മകൾ തിരികെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അത്ഭുതം ചെയ്തു, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ ബുധനാഴ്ച സിസ്റ്ററിന്റെ വലത് കൈയിൽ വളരെ വേദനയുണ്ടായി. കൈ ഉയർത്തുവാനോ സിസ്റ്റർ ചായക്കട നടത്തുവാനോ ചായ അടിക്കുവാനോ കഴിഞ്ഞില്ല. എന്നാൽ സിസ്റ്റർ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, കർത്താവെ എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കണം, ഇതെൻ്റെ ബിസിനസ്സാണ്, എൻ്റെ കയ്യിൽ പിശാച് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്നത് ആ നിമിഷം തന്നെ സിസ്റ്ററിനെ സൗഖ്യമായി, പിന്നെ ഇതുവരെ ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചില കാര്യങ്ങൾ വിശ്വാസത്തോടെ അറിയാൻ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ പറയാൻ കഴിയുന്നവർക്ക് അത്ഭുതങ്ങളെ അനുഭവിക്കാനായി കഴിയും. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. താങ്ക് യു അമ്മേ. നിങ്ങൾക്കൊരു സമയത്തും കൂടെ 1 നിമിഷം കൂടെ എഴുന്നേറ്റ് നിൽക്കാവോ? ഒരു നല്ല കൈയടി കൊടുക്കാവോ കർത്താവിനെ? ഇനി ഞാൻ കുറച്ച് നേരം ദൈവവചനം പറയുമോ? ഞാൻ നിങ്ങളോട് പറയാം, ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ മുഴുവൻ ടേൺ ചെയ്യും. ഇത് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടെ നിങ്ങൾ ഓരോ വാക്കുകളും കേൾക്കണം. ഞാൻ ഈ പ്രസംഗിക്കുന്ന വേർഡുകൾ ഓരോന്നും A to Z നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ തക്കോണം ശക്തമാണ്. സോ ഗെറ്റ് റെഡി ടു റിസീവ് യുവർ ബ്ലെസ്സിംഗ് നൗ. Thank you, Jesus. Come on, give a clap of it to Lord. ഞാനിന്ന് പറയും, ഇന്ന് പകൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഒരു പുതിയ സ്പിരിച്വൽ റിലത്തിനകത്തേക്കായിരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് ജിമ്മിന് പോകാൻ ഇഷ്ടമാണ്. ഞാൻ ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി ജിമ്മിന് പോയിട്ട്. നാളെ മുതൽ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ഉറക്കം ഉണ്ടാകത്തില്ല തലേ രാത്രിയിൽ. സോ ഐ വിൽ സെറ്റിൽ മൈ ബോഡി. പക്ഷേ എനിക്ക് ജിമ്മിന് പോകാൻ ഇഷ്ടമുള്ള കാര്യം, എനിക്ക് ഒരു വർക്കൗട്ടിന് പോയാൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും, നല്ല വാമായി ഫീൽ ചെയ്യും, എനിക്കിഷ്ടം അതുകൊണ്ട്. സോ ഇവിടെ നേരെ തിരിച്ചാൽ എന്നോട് പറയാം, ജിമ്മിന് പോയാൽ എന്നെ കൂടെ ഒക്കത്തില്ലേ? ഇപ്പം എല്ലാ ആഴ്ചയിൽ എല്ലാ ദിവസവും ജിമ്മിനൊക്കെ പോകുന്നുണ്ട്. സുന്ദരി അവളെ പരിശ്രമമോ? കൈക്കൊക്കെ മസിൽ വന്നെന്നാണ് പറയുന്നത് എന്നോട്. ജോക്കിങ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ദ സെയിം വേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇന്നത്തെ മെസ്സേജ് കഴിയുമ്പോൾ എന്തോ അസാധാരണമായത് നിങ്ങൾക്ക് സംഭവിച്ചു എന്ന ബോധ്യത്തോടെ നിങ്ങൾ മടങ്ങിപ്പോകുക. When I was in the beginning of my Christian life, I always struggled in some areas. ഒത്തിരി സ്ഥലത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു.
അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത്, ഞാൻ എന്ത് ദൈവികമായൊരു തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം എടുക്കുന്ന അന്ന് മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കും. ഒരു ദിവസം കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, whenever you receive a word or rhema or revelation from me, from that day devil tried to snatch that word from your heart. എന്ന് നീ എന്നിൽ നിന്ന് ദൈവത്തിൽ നിന്ന് എന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയോ എൻ്റെ റെവലേഷൻ അനുഭവിക്കുകയോ ചെയ്യുന്നു, ആ ദിവസം നിന്റെ ഹൃദയത്തിൽ നിന്ന് പിശാച് അതിനെ എടുത്തു കളയാനായി ശ്രമിക്കും. എനിക്കതിലെ ബൈബിളിലെ വാക്യം അറിയത്തില്ലായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ദൈവത്തിൽ നിന്ന് കേൾക്കുമോ, ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുമോ ഈ ദിവസം ഒരു കാര്യമില്ലാതെ അടി ഉണ്ടാവുമെന്ന് കണ്ടിട്ടുണ്ടോ? ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഒരു കാര്യം വേണ്ട, അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു മൂത്ത അടി ഉണ്ടായിട്ട് വീട്ടിൽ പോകാറുള്ളവരുണ്ടോ? എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഗ്രൂപ്പിനോട് പോയി പ്രസംഗിക്കണമായിരുന്നു തോന്നുന്നു. ഓക്കെ, അങ്ങനെയുള്ള ആളുകളുണ്ട്. നിങ്ങളിൽ ചിലർ ഇങ്ങനെ ഗൗരവമായിട്ടിരിക്കുന്നത് കണ്ട ഞാൻ മണ്ടനൊന്നുമല്ല, നിങ്ങൾ ആ ഇരിക്കുന്നവനെ എനിക്ക് കള്ളൻ എന്ന് തോന്നാറുള്ളത്. ഞാനും സോളിയും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4 മാസമായി കാണത്തുള്ളൂ, ഒരു ക്രൂസൈഡിന് പോയി 2003 2004 ആരംഭകാലത്തിൽ. ഹായ് സൂസ് മീറ്റിംഗ് കഴിഞ്ഞു. ഞാനന്ന് വൈകുന്നേരം ആഹാരം കഴിക്കത്തില്ല. ഇവൾക്കാണെങ്കിൽ 45 കിലോയേ ഉള്ളൂ, എൻ്റെ മോൾക്ക് ഇപ്പോൾ 50 കിലോ ഉണ്ട്. 42 ഉള്ളൂ. എന്നോട് അടി ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് 45 പറയുന്നത്. ഇവളും കഴിക്കുന്നില്ല, തീരുമാനമായി. ഞാൻ എന്ത് ചെയ്തു, പുറത്ത് പോയിട്ട് കവർ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു തിന്നടി എന്ന് പറഞ്ഞു. ഇവള് തിന്നത്തില്ല. ഞാൻ തിന്നുവാണെങ്കിൽ തിന്നാന്നായി. അങ്ങനെ ഞങ്ങൾ അവളെ തീറ്റുവാനുള്ള പരിശ്രമത്തിൻ്റെ അടിയിൽ ഞങ്ങൾ 3 മണി വരെ മൂത്ത അടി വെച്ചു. ശബ്ദം ഉയർത്തി അടി വെച്ചില്ല, കാരണം അപ്പുറത്ത് പാസ്റ്റർ താമസിക്കുന്നതുകൊണ്ട് ശബ്ദമില്ലാത്ത മൂത്ത അടി നടന്നു. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ നടക്കത്തില്ല. ഭയങ്കര ശബ്ദം ഉണ്ടാക്കി പറയാതെ മെല്ലെ ശാന്തമായിട്ട് അപ്പുറത്തെ മുറി കേൾക്കാത്ത രീതിയിൽ അടി നല്ല രീതിയിൽ നടന്നു. 3 മണിയായപ്പോഴാണ് എനിക്ക് സുബോധം വന്നേ. പിറ്റേ ദിവസം ഞാൻ ആ ചർച്ചിലെ ആ സ്ഥലത്ത് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നടത്തണമെന്നായിരുന്നു പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. പെട്ടെന്ന് എൻ്റെ തലയിൽ വിളിച്ചു വന്നു. ഡെലിവറൻസ് മീറ്റിംഗ് നടത്താൻ പോകുന്ന എനിക്ക് ഡെലിവറൻസ് വേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായോ? തലേന്നൊരു നടിയുണ്ടാക്കുക. അന്ന് മുതൽ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ജോണേ, ഞാൻ എന്തെങ്കിലും നിന്നോട് സംസാരിച്ചാൽ ആ സംസാരിക്കുന്ന നിമിഷം മുതൽ സാത്താൻ നിന്റെ പുറകിലുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും സാത്താനെ ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോ വേ. ഇപ്പോഴും അവനെ ഉയർത്തുമൊന്നുമല്ല ചെയ്യുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് കൈ എടുത്തിരുന്ന് പറഞ്ഞേ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന സമയം മുതൽ സാത്താൻ അത് വളരെ ശ്രദ്ധയോടെ കാണുന്നു. ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ, ദുഷ്ടൻ വന്ന് അവന്റെ എല്ലാവരും പറഞ്ഞ് രാജ്യത്തിന്റെ വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ, എല്ലാവരും ഉറക്കെ പറ, ഗ്രഹിക്കാഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അതിനെ എഴുതിയിരിക്കുന്നത്, ദുഷ്ടൻ വന്നിട്ട് അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ദൈവം വിതച്ച ആ വിത്തിനെ എടുത്തുകൊണ്ട് പോയി കളയുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു കാര്യം കേൾക്കുമ്പോൾ ഒരാളും കൂടെ നിങ്ങൾ പുറകിരുന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? അവനതിനെ റിസീവ് ചെയ്താൽ അവൻ്റെ ജീവിതം മാറും. അതുകൊണ്ട് ആ വചനം അവൻ്റെ അകത്ത് കയറാതെ ഏതെങ്കിലും വിധത്തിൽ അവൻ ഡൈവേർട്ടഡ് ആകണമെന്ന് അവന് നിർബന്ധമുണ്ട്. അറിയില്ല ലിസണിങ്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ വചനം വ്യക്തമായി അകത്ത് പ്രവേശിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഡൈവേർട്ട് ആയി പോകണമെന്ന് പിശാചിന് ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം നിങ്ങളുടെ അകത്ത് അത് കയറിപ്പോയാൽ നിങ്ങളുടെ ലൈഫ് ടോട്ടലി മാറുമെന്ന് യേശുവിനറിയാം, പിശാചിനറിയാം. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എപ്പോഴാണ് യേശു ഇത് പറഞ്ഞത്? യേശു മത്തായി 13-ാം അധ്യായം അതിൻ്റെ ആരംഭ വാക്കുകളിൽ വിതക്കാരൻ്റെ ഉപമ കർത്താവ് പറയുകയാണ്. വിതക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്താണ് ഇവരോടെല്ലാം ഉപമയായിട്ട് നീ സംസാരിക്കുന്നത്? നമ്മളോട് മാത്രം എന്താ അത് വ്യാഖ്യാനിക്കുന്നത്? 13-ാം അധ്യായം 10-ാം വാക്യം. ചിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു.
അടുത്ത വാചകം, അവൻ അവരോട് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുക, ദിസ് ഈസ് ഓൾ സീക്രറ്റ്സ്, മിസ്റ്ററീസ്. എന്താ ഈ മിസ്റ്ററീസ് എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ വചനത്തെ യേശു പറഞ്ഞത് ഇത് മിസ്റ്ററീസ് ആണ്, മർമ്മങ്ങളാണ്, രഹസ്യങ്ങളാണ്. ഈ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ലൈഫ് മുഴുവൻ മാറുവാനിടയാകും. ആ മിസ്റ്ററീസ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് കീസ് എന്നാണ്, വേറൊരു വാക്ക് പറയുന്നത് സൊല്യൂഷൻസ് എന്നാണ്. എന്ന് പറഞ്ഞ് പരിഹാരങ്ങൾ എന്നാണ്. ഉറക്കെ പറ, പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വചനം മുഴുവൻ പരിഹാരങ്ങളാണ്, രഹസ്യങ്ങളാണ്, താക്കോലുകളാണ്. ഈ താക്കോലുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ ദൈവരാജ്യത്തെ നിങ്ങൾക്ക്, ആ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ തുറന്ന് അനുഭവിക്കാനായി കഴിയും. ആമേൻ. അപ്പൊ ദൈവരാജ്യ അനുഭവങ്ങളെല്ലാം അനുഭവിക്കാൻ കഴിയുന്നത് ആരാണോ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ ഓപ്പറേറ്റ് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് അതിനെ അനുഭവിക്കാനായി തുടങ്ങുന്നവർ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ ചിലരെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ താക്കോലുകളെ തരാനാണ്, ആ മർമ്മങ്ങളെ തരാനാണ്. മിസ്റ്ററീസ്, രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ സൊല്യൂഷനുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിലെ ഒരു രണ്ട് നായയുണ്ട്. ഒരു നായയെ പുറത്താണ് വളർത്തുന്നത്. ആ നായയുടെ കൂടിനെ അടിയിലാണ് മണ്ടത്തരത്തിൽ കൂട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേസ്റ്റ് എല്ലാം പോകുന്നതിനുള്ള ടാങ്ക് ഉണ്ടാക്കിയത്. എന്നാൽ ഒരു ഇടയ്ക്ക് ആ ടാങ്ക് അങ്ങ് അടഞ്ഞുപോയി. അപ്പം ഞങ്ങൾക്കൊരു വടിയുമില്ല. കാരണം ഞങ്ങൾ കമ്പിട്ട് കുത്തുകയും ചൂലിട്ടിറക്കുകയും വടി ഇറക്കുകയും പൈപ്പ് ഇറക്കുകയൊക്കെ ചെയ്ത് പുള്ളി വെള്ളം പോകുന്നില്ല, തുള്ളി വെള്ളം ആരോട് പോകുന്നില്ല, അടഞ്ഞുപോയി. അപ്പോൾ എനിക്കറിയാം, നമ്മുടെ ചർച്ച വന്നിട്ടിരുന്ന ക്രിസ്തുദാസ് ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദറെ അതിന് നമുക്കൊരു സാധനമുണ്ട്. അദ്ദേഹം ഒരു ലിക്വിഡ് കൊണ്ടുവന്നു. ആ ലിക്വിഡ് കലക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു. ഞങ്ങൾ കുത്തിയിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാത്ത സാധനം ഈ ഒഴിച്ചതോടുകൂടെ 1 മണിക്കൂർ കഴിഞ്ഞില്ല, ആ ഹോള് മുഴുവൻ തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് വേസ്റ്റ് മാറാനുള്ള സൊല്യൂഷനാണ്. എന്നാണ്? സൊല്യൂഷനാണ്. ആ ലിക്വിഡ് അകത്തോട്ട് ചെന്നപ്പോൾ ആ വേസ്റ്റിൻ്റെ പൈപ്പ് മുഴുവൻ അത് ഓപ്പൺ ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ? അതേപോലെ പുസ്തകത്തിൽ എന്തൊക്കെ ബ്ലോക്കേജ് ഉണ്ടോ അതിനെ മാക്കാനുള്ള സൊല്യൂഷനുകളുണ്ട്. Are you listening to me? ആ സൊല്യൂഷൻ എൻ്റെ അകത്ത് വന്നാൽ സകല ബ്ലോക്കുകൾ മാറിപ്പോകും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് പകൽ ചിലരോട് ഞാനൊരു ദൂത് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലയിലും സൊല്യൂഷനുകൾ ഉണ്ടാകാനായി പോകുന്നു. Come on, come on, come on. അടഞ്ഞ പൈപ്പുകൾ തുറക്കാനായി പോകുന്നു. ചിലർ ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ കൊണ്ട് ഇതുവരെ അടഞ്ഞിരുന്നതിനെ തുറക്കാനായി പോകുന്നു. ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അനുഗ്രഹത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് അടഞ്ഞായിരിക്കുന്നതെങ്കിൽ ഗോഡ് വിൽ ഗീവ് യു ത്രൂ ദ വേർഡ്. അവന്റെ വചനത്തിലൂടെ ആ താക്കോല് ലഭിക്കും. ആ വചനം ലഭിച്ചാൽ നിങ്ങൾക്ക് ചിലത് തുറക്കാം, നിങ്ങൾക്ക് ചിലത് തുറക്കാം. ദൈവരാജ്യത്തിന് നന്മകൾ എക്സ്പീരിയൻസ് ചെയ്യാം. ദിസ് ഈസ് യുവർ ഡേ. മിസ്റ്ററീസ്. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവദിനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഫീഷ്യൻ ചാപ്റ്റർ 3 വേഴ്സ് 8 എൻ്റെ അകത്തേക്ക് വന്നു. അവിടെ എഴുതിയിരിക്കുക, സകല വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളുടെ ക്രിസ്തുവിൻ്റെ അപ്രമേയമായ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ. അപ്രമേയമായ ധനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് വണ്ടർഫുൾ ചേസസ്, ഇൻകാൽക്കുലബിൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ കണക്കൂട്ടാൻ കഴിയാത്ത ധനമാണ്. ഹല്ലേലൂയ. വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ആ വേർഡ് എൻ്റെ അകത്തേക്ക് കയറി. എനിക്ക് മനസ്സിലായി ആ വെൽത്ത് എൻ്റെ അകത്തേക്ക് ട്രാൻസ്ഫറായി. ഞാൻ ആ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ഭർത്താവ് ഈ കാൽക്കുലബിൾ അല്ലാത്ത കണക്കൂട്ടാൻ കഴിയാത്ത സമ്പത്തോ? അതെങ്ങനെയാ കണക്കൂട്ടാൻ പറ്റാത്ത സമ്പത്ത് എന്തുവാ? ഞാൻ എറണാകുളത്ത് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ഉപയോഗിച്ചൊരു വാചകം, കർത്താവ് പറഞ്ഞു 10 ട്രില്യൺ അല്ലെ, ബില്യൺ കഴിഞ്ഞാൽ ട്രില്യനാണ് വരുന്നത്. ട്രില്യൺ അല്ലെ 10 ട്രില്യൺ 100 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ പോരെ? കണക്കൂട്ടാൻ കഴിയാത്തത് എന്തെങ്കിലും സംഖ്യ ഉണ്ടോ കർത്താവേ? ഇവിടെ എഴുതിയിരിക്കുന്ന കണക്ക് കൂട്ടാൻ കഴിയാത്ത സംഖ്യ എന്നാണ്. ആർ യു ഫോളോയിങ്? സോ പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ഒരു കാര്യം ഓർമ്മ വരും. എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ മൊസംബിക്കിലെ ഒരു മൈൻ എടുത്തു. ആ മൈൻ എടുത്തിട്ട്
മൈനിൻ്റെ 3-ാം ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ജോലി ചെയ്തപ്പോൾ അവനെ അവിടുന്ന് ഒരു സ്റ്റോൺ കിട്ടി. 60 ക്യാരറ്റോളമുള്ള റൂബിയാണ്. അവനത് കൊടുത്തത് $60 മില്യൺ. എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. 55 ക്യാരറ്റ് എന്ന് പറയുന്നത് 30 ഗ്രാം. അതെ, സർഫേസിൽ നിന്ന് കിട്ടിയതാ. അപ്പോൾ ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, സർഫേസിൽ അതാണ് എങ്കിൽ അതിൻ്റെ ഡീപ്പർ ലെവലിൽ എന്തുമായിരിക്കും അളവെന്ന് ചിന്തിക്കാൻ വയ്യ. ഇത്രയൊക്കെ കേട്ടാൽ മതി. എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അളവ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നേക്കാൾ അപ്പുറമായിരിക്കും. മെഷറബിൾ അല്ല, അളക്കാൻ കഴിയത്തില്ല. അത് എനിക്കെങ്ങനെ കിട്ടും? സോ സിമ്പിൾ. ആ വേർഡ് എൻ്റെ അകത്തേക്ക് വരുമ്പോ എനിക്ക് മനസ്സിലാകും, അത് ട്രാൻസ്ഫർ ടു മീ, അതെന്റെ അകത്തേക്ക് വരികയാണ്. ഇന്ന് ചിലരെ നോക്കി ഒരു ദൂത് പറയട്ടെ, ചിലരുടെ അകത്തേക്ക് ദൈവത്തിന്റെ വെൽത്ത് ട്രാൻസ്ഫർ ആകുകയാണ്. സഹോദരങ്ങളെ, ദൈവം തരുന്നത് നേരിട്ട് പെട്ടിയിലാക്കിയിട്ടല്ല. He give to you through the word in your spirit. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ചില വാചകം അകത്ത് കയറി ഇരിക്കത്തില്ലേ? ആ വാചകത്തെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തള്ളിയിരിക്കത്തില്ലേ? ആ തള്ളിയിരിക്കുന്ന വാചകത്തിന്റെ രഹസ്യം ഞാൻ പറയാം. അത് ദൈവം നിങ്ങൾക്ക് തന്നതാണ്. അത് വിടരുത്, അത് വിടരുത്. That is called Rhema. അത് നിന്റെ അകത്തെത്തിയാൽ that is for you. It will produce result. അപ്പ കയ്യിലൊന്നും വേണ്ട, but is it in your heart? It will produce result. എന്ത് നിന്റെ അകത്ത് കേറിയോ അത് കേറിയത് അകത്താണെങ്കിൽ അത് റിസൾട്ടിനെ കൊണ്ടുവന്നേ അത് പോകത്തുള്ളൂ. It will produce result. It will produce result. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞേ, അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഇരിക്കുന്നതിന്റെ കാരണം അവരുടെ ഹൃദയം തടിച്ചിരിക്കുവോ? അവർക്ക് കേൾക്കാം, പക്ഷേ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരു കൈയിലേക്ക്, ഒരു കൈ ചെവിയിലേക്കും ഒരു കൈ നെഞ്ചിലേക്കും വെച്ചേ. എന്നിട്ട് പറഞ്ഞേ, ചെവിയും ഹൃദയം തമ്മിൽ നല്ല ബന്ധമാണ്. കേൾക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാകാറില്ല. Can I repeat the same word? കേൾക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാകാറില്ല. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, കേൾക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാകാറില്ല. പക്ഷേ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുന്നത് ഏതെങ്കിലും ഒന്നും മനസ്സിലായാൽ അതിനെ അർത്ഥം അത് നിനക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്തു എന്നാണ്. കേൾക്കുന്നത് എന്തെങ്കിലും മനസ്സിലായാൽ, if you can believe, that's transfer to your spirit. അത് നിന്റെ ഉള്ളിൽ കയറിയതാണ്. ദൈവം നിങ്ങൾക്ക് തരുന്നത് സ്പിരിറ്റിലാണ്, ത്രൂ ദ വേർഡ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞത് ശ്രദ്ധിച്ചേ, അവർ കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ സൗഖ്യമാക്കുകയില്ലെന്ന്. Are you listening? ഇപ്പൊ ഡോക്ടർ ആ മോളോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മോളെ നിനക്കൊരു അലർജി ഉണ്ട്, നിന്റെ ലങ്സുകൾ വീക്കാണ്, നിന്റെ ലെഫ്റ്റ് സൈഡിൽ ലങ്സിനകത്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അവളൊരു ഡോക്ടറാണ്. അതെങ്ങനെയാ ഇദ്ദേഹത്തിന് മനസ്സിലായേ? അതെങ്ങനെയാ ഒരു ദിവസം കൊണ്ട് എൻ്റെ ആസ്മാറ്റിക് പോകുന്നത്? ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നതല്ലേ, ഞാൻ പോയിട്ട് അതിന് കളയണോ? Are you following me? അവള് അവിടെ ചെന്നിട്ടല്ല കളയണ്ടേ, ഇപ്പോഴേ കളയണം. It is happened to her heart. എനിക്കത് അറിയത്തില്ല ഇത് ദൈവമാണ് സംസാരിച്ചതെങ്കിൽ now is your day. Thank you Jesus. Come on, കൈ അടിക്കൂരെ, ഹല്ലേലൂയ പറ. ഇത് കേട്ടിട്ട് ഗ്രഹിച്ചില്ല എങ്കിൽ സൗഖ്യം ഉണ്ടാകത്തില്ലെന്നാ. പലതും നമുക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല. മനസ്സിലായാൽ സൗഖ്യം ഉണ്ടാകുമെന്ന്. അപ്പോൾ എന്ത് കാര്യം മനസ്സിലാകുന്നുവോ അതിലൂടെയാണ് ബ്ലെസ്സിംഗ് ഒഴുകുന്നതെന്ന്. എന്നോടൊന്ന് പറഞ്ഞേ, എന്താണോ എനിക്ക് മനസ്സിലായത്, എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത്, ആ കഴിയുന്നതിലൂടെയാണ് ബ്ലെസ്സിംഗ് ഒഴുകുന്നത്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. അതുകൊണ്ട് പിശാച് ശ്രമിക്കുക എന്താ അറിയോ? ഞാൻ ദൈവത്തിൽ നിന്ന് റേമ കേട്ടു, എന്നെ ഇങ്ങോട്ട് വരാതെ തടയാൻ അവന് പറ്റത്തില്ല, നിങ്ങളെയും തടയാൻ അവന് പറ്റത്തില്ല. പക്ഷേ കിട്ടിയ റേമയെ അത് ഗ്രഹിക്കാതെ
ഗ്രഹിക്കാതെ ആ സമയത്ത് വേറെന്തെങ്കിലേക്ക് ശ്രദ്ധ മാറ്റി. അല്ല, പുറത്തിറങ്ങാൻ നേരത്ത് ഇറങ്ങിപ്പോകുന്നയാള് ഒരു ഇടി ഇടിച്ചു, തള്ളുന്നതിൻ്റെ ഇടയിലൂടെ തള്ള്, അതിൻ്റെ നമ്മൾ തിരിച്ചൊന്ന് പ്രതികരിച്ചു. ഇവനൊക്കെ എന്ന് വന്നവനോ? കുറച്ചിറങ്ങാൻ നേരത്ത് കൊച്ചു പറഞ്ഞു എനിക്കൊരു ബോണ്ട. പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ബോണ്ട തന്നാൽ മതി. ഒരു തള്ള്. അപ്പൊ കെട്ടിയവൻ എന്തിനുണ്ടിയാ കൊച്ചിനെ തള്ളുന്നേ? അപ്പൊ അവള് നിങ്ങളായി കൊച്ചിനെ നശിപ്പിക്കുന്നേ. ആരെ ഫോളോ? ഇതും നിങ്ങളുടെ വീട്ടിലുള്ള കാര്യമല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇല്ല. അതില്ല, ഇല്ലാത്ത കാര്യം എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് എങ്ങനെ? അടുത്ത സ്റ്റെപ്പ് പറയുന്നത് എന്നാ പറയുക, കേട്ടതിനെ കുറിച്ചായിരിക്കും കമന്റ് പറയുന്നത്. അതൊന്നും ശരിയാവത്തില്ല, ഇങ്ങനെ നന്നായിട്ട് വേണ്ടേ, എത്ര എണ്ണത്തിനെ കണ്ടതാ, ഇതിനെ മാത്രം തലയിൽ വെക്കാൻ കഴി, എത്ര പെമ്പിള്ളേരെ കണ്ടതാ, എത്ര ചെറുക്കന്മാര് വന്നെ വന്ന്, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യേ. It's a negative word. Wrong confessions. Are you following me? Yes. God blesses you through His Rhema word. Amen. When you receive that Rhema, Yes. it will possess your life. Amen. Once you possess that word, it will manifest outside of your body. Oh, Rakabo. ഇത് അകത്തോട്ട് കയറിയിട്ട് ശരീരത്തിലേക്ക് കയറിയ അത് പിറ്റേ ദിവസങ്ങളിൽ ശരീരത്തിൽ നിന്ന് പുറത്ത് വെളിപ്പെടാനായി തുടങ്ങും. അടുത്തിരിക്കുന്നവരോട് പറ, ഗ്രഹിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം നിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൈ നിന്റെ ഗ്രഹിക്കുന്നതിനോട് ബന്ധിക്കപ്പെട്ടാണ് ഇരിക്കുന്നത്. Can I repeat that word? ദൈവത്തിന്റെ കൈ ഞാൻ ഗ്രഹിക്കുന്നതിനോട് ബന്ധിക്കപ്പെട്ടായിരിക്കുന്നതെന്ന്. What does it mean? എന്താണോ നീ ഗ്രഹിക്കുന്നത്, ആ ഗ്രഹിക്കുന്ന നിമിഷം മുതൽ ആ ദൈവത്തിന്റെ കൈ ആ സ്ഥലത്ത് ചലിക്കാൻ തുടങ്ങുന്നതെന്ന്. അതുകൊണ്ട് ഗ്രഹിക്കാത്തടുത്ത് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അടുത്തിരിക്കുന്ന ആളുടെ കൈ എടുത്തിട്ട് പറഞ്ഞാട്ടെ, ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ചില ആളുകൾ പറയും ഈ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. ദാറ്റ്സ് ട്രൂ. 2 കൊരിന്ത്യർ 2 ദിനവൃത്താന്തം 2:20 പ്രൊഫറ്റ്സിനെ നീ വിശ്വസിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിനെ പറഞ്ഞ് വിശ്വസിക്കണ്ടേ? ശരിക്കും ശ്രദ്ധിക്കുക, പ്രവാചകന്മാർ പറയുന്നത് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, പ്രവാചകന്മാർ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വസിക്കണമെന്നാ. അത് നിങ്ങളോടുള്ള റേമയാണെന്നോ, അത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകുമെന്നോ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും സക്സസ് ആയി ഞാൻ ഗ്രഹിച്ചത് ഇന്ന് എൻ്റെ കയ്യിൽ വരുമെന്ന് ആരെങ്കിലും ഇന്ന് ഇരുന്ന് പറയുന്നുവെങ്കിൽ അവർ അതുമായിട്ടാണ് പോകുന്നത്. Today we are going to our home with unmeasurable wealth. Say together, unmeasurable wealth, uncalculable wealth. It is transferred to you. The health is transferred to you. The blessing is transferred to you. It is in your spirit now. Come on, receive it. Thank you, Jesus. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൈ അടിച്ചു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ ഈ ആഴ്ച എറണാകുളത്ത് പ്രസംഗിക്കുക, ഒരു ക്യാൻസർ ആയിട്ടുള്ള ലിവറിന് പ്രശ്നമുള്ള ഒരു ശിശു അവിടെ വന്നിരിപ്പുണ്ട്. ഞാൻ ആ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് തുള്ളി വെള്ളം കുടിക്കാനൊക്കത്തില്ല, പക്ഷേ ഞാൻ ഈ ഹോളിൽ വന്നിരുന്നു മുതൽ എന്തോ എനിക്ക് സംഭവിക്കുകയാണ്. നിങ്ങൾ ആ ലൈവ് കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ, എപ്പോഴാണോ അവർ പ്രസൻസുമായി കണക്റ്റഡ് ആയത് അപ്പോൾ മുതൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങിയതാ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറയാം, അത്ഭുതങ്ങൾ നിന്റെ കയ്യിലായിരിക്കുന്നേ. ദൈവത്തിന്റെ കയ്യിലല്ലേ? It is in your hand. How it is in your hand? When you are ready to connect, miracles flows. Yes. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെവിൾ ഈസ് വെയിറ്റിംഗ്. അടുത്തിരിക്കുന്നവരോട് പിശാച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. Did she receive that word? അവൾ ആ വാക്യം വിശ്വസിച്ചോ?
then what can I do? അവന് മനസ്സിലായി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവന് മനസ്സിലായ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് ചെയ്യും. പ്രശ്നങ്ങൾ കൊണ്ടുവിടും സൈഡിലും, അവനെ ഞെരുക്കിക്കളയാൻ നോക്കും. അതിന് നടുവിലും അവൻ പറയുക, വാട്ട് ഐ ബിലീവ് ദാറ്റ് വിൽ ഹാപ്പൻ, വാട്ട് ഐ ബിലീവ് ദാറ്റ് വിൽ മാനിഫെസ്റ്റ്. ഞാൻ നിന്നോട് പറയാം, ആ ഞെരുക്കുന്ന മുള്ളുകൾ ഒടിയാൻ തുടങ്ങും, പ്രതിസന്ധികൾ ഒടിയാൻ തുടങ്ങും, പ്രശ്നങ്ങൾ തീരാൻ തുടങ്ങും. നീ വിശ്വസിച്ചത് നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും. This is your season. This is your season. This is your season. This is your season. This is your time. Woo. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ഒരു നന്മയെയും ലോകത്തിൽ ഒരു മനുഷ്യനും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ തടയാൻ കഴിയത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന അമേരിക്കയിൽ നിന്ന് എനിക്കൊരു കണ്ടെയ്നർ സാധനം വരുന്നുണ്ട്, അത് തടഞ്ഞു വെച്ചിരിക്കുക. അതല്ല തടയാൻ, അത് പിശാചിന് തടയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിന്റെ അകത്തേക്ക് വരുന്ന വചനത്തെ തടയാൻ ആർക്കും കഴിയത്തില്ല. എന്റെ അകത്തൊരു വചനം വന്നാൽ അന്റാർട്ടിക്കയിൽ നിന്ന് കണ്ടെയ്നർ വീട്ടിൽ വരും. നിങ്ങൾ പറയൽ വണ്ടി പിടിച്ചുകൊണ്ട് പ്രശ്നം വരുമെന്ന് അത് പറയുന്നത് കേട്ടില്ലേ? നാട്ടിലെ സംസാര ഭാഷയാ. അന്ന് അടുത്തിരിക്കുന്നുള്ള വണ്ടി പിടിച്ച് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരെണ്ണം വന്ന് വീട്ടിൽ കയറിയിട്ട് അപ്പടിക്ക് അടുത്തത് വന്നിരിക്കും. It will flow. It will flow. Yes, it will flow. Yes, Lord. Come on, കൈ അടിച്ചിട്ട് ആമേൻ പറ. Come on, come on. Come on, come on. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു കർത്താവ് സ്നാനമേറ്റ് എഴുന്നേറ്റു. 3:16-17 വാക്യങ്ങൾ മത്തായി. യേശുവിനോട് കർത്താവ്, നീ എൻ്റെ ബിലവഡ് ആണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്. 4:2 വാക്യം എവിടേക്കും പിശാച് അടുക്ക് വന്നിട്ട്, നീ മോൻ തന്നെയാണോ? 2 മിനിറ്റ് മുമ്പ് പിതാവൻ ദൈവം നേരിട്ട് വിളിച്ചു പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രനാ. പക്ഷേ പിശാച് അടുത്ത നിമിഷത്തിൽ വന്ന് ചോദിക്കുക, നീ മോൻ തന്നെയാണോ എന്ന് പറഞ്ഞ പ്രിയപുത്രൻ എന്നുള്ള പദവിയെ, ആ ബോധ്യത്തെ നിന്റെ അകത്തുനിന്ന് എടുത്തു കളയണം. നീ മോൻ തന്നെയാണോ? നീ ദൈവത്തിൻ്റെ മോനാണോ? നീ ദൈവത്തിൽ നിന്നുള്ളതാണോ? എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? Are you listening? ഞാനൊരു വലിയ മർമ്മം നിങ്ങളോട് പറയട്ടെ. എത്ര പേർ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്? When we are facing issues, when we are facing warfare, when we are facing difficult situations, normally most of the Christian pray for help. സഹായിക്കണേ ദൈവമേ എന്ന് പറയും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പ്രശ്നങ്ങൾ വരുമ്പോൾ ക്രിസ്ത്യാനികൾ ദൈവത്തോട് പറയും, ദൈവമേ എന്നെ സഹായിക്കണേ. ഞാൻ പാസ്റ്റർ ക്രിസ്ത്യൻ്റെ ഒരു വാചകം എടുക്കുക. അദ്ദേഹം പറയാറുണ്ട് ഒരു വാചകം, ഇറ്റ് ഇസ് എ റോങ് കോഡ്. റോങ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഈ ടാബ് ഓപ്പൺ ചെയ്യുന്ന ഒരു കോഡുണ്ട്. കാരണം ഏത് മാറ്റിയാലും അവർക്ക് പറഞ്ഞു കൊടുത്തേ ഒക്കത്തുള്ളൂ. ഭാര്യയ്ക്കല്ല, മക്കൾക്കാണ്. ഭാര്യ അറിയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഒരു കോഡ് ഇടത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹലോലേ പറയാം എന്ന് പറഞ്ഞ റോങ് കോഡാണ്. ഞാൻ 0 ഇട്ടിരിക്കുന്നിടത്ത് നിങ്ങൾ വന്ന് 1 അടിച്ചാൽ അത് തുറക്കത്തില്ല. ഇറ്റ്സ് റോങ് കോഡ്. വെൻ വി ആർ ഫേസിങ് ഇഷ്യൂസ്, വെൻ യു ആർ ഫേസിങ് വാർഫെയർ, പിശാചുമായ ഒരു യുദ്ധത്തിലാണ് നിങ്ങളെന്ന് തോന്നിയാൽ അവിടെ സഹായം ദൈവത്തോട് ചോദിക്കല്ലേ. ക്രിസ്ത്യാനികൾ മുഴുവൻ അങ്ങനെയാ ചെയ്യുന്നേ. വി ആർ ക്രൈ ഔട്ട് ഫോർ ഹെൽപ്പ്. ഇന്ന് എൻ്റെ പ്രസംഗ വിഷയം എന്താണെന്ന് പറയാം, ഹോളി സ്പിരിറ്റ് ആണ്. അവിടേക്ക് വരുന്നേ ഉള്ളൂ. വെയിറ്റ്, എന്നിട്ട് നിങ്ങൾ വിടത്തുള്ളേ. ഞാൻ ഇന്ന് വണ്ടിയായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ വണ്ടിയുടെ ഡാഷ് ബോർഡിലെ ബ്രേക്ക് കംപ്ലൈൻ്റ് ആണ്, ഉടനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ. എയർ ബാഗും കംപ്ലൈൻറ്റ്, ഹോസ്പിറ്റലിൽ കാണിക്കാൻ. നാളെ ഇനി കൊണ്ടുപോകത്തില്ല, വണ്ടിയായിട്ട് മെല്ലെ പോയുള്ളതുകൊണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ആർ യു ലിസണിങ്? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, റോങ് പ്രയർ. യേശു കർത്താവ് ഒരു ഭൂതത്തിൻ്റെ മേൽ പിശാചിനോട് എതിർക്കാൻ പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞില്ല അവിടെ ചെന്ന് നിങ്ങൾ സഹായത്തിനായി പ്രാർത്ഥിക്കാൻ. ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ പോയി അതിനെ പുറത്താക്കാൻ പറഞ്ഞു.
എക്സലേറ്റ്. അതിനെ പുറത്താക്കാൻ പറഞ്ഞു, അതിനെ ശാസിക്കാൻ പറഞ്ഞു, അത് നിന്നെ സല്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിശാചിനെ നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ പറഞ്ഞു. ദൈവത്തിന്റെ സഹായം ചോദിക്കാൻ പറഞ്ഞില്ല. പകരം ആരാണോ അങ്ങനെ വിശ്വസിക്കുന്നത് അവരെ ദൈവം സ്ട്രെങ്തൻ ചെയ്യുമെന്ന് വിശ്വസിക്കാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഈ ബൈബിൾ എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്യം വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എഫിഷ്യൻസിലേക്ക് വരാം. എഫിഷ്യൻസ് 6-13 വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഈ വാക്യം എല്ലാവർക്കും അറിയാമെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ എനിക്ക് ചിന്തയുള്ളത് ദ ആർമർ ഓഫ് ഗാഡ്, സർവായുധവർഗം ധരിക്കണം. എന്തിനു വേണ്ടിയാ? ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാൻ വസ്ത്രം ധരിക്കണം. ആ വസ്ത്രത്തെ നമുക്ക് വിശദീകരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം വായിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി അതിനകത്ത് ഒരു മർമ്മം കൂടെ ഉണ്ട്. അത് ക്രിസ്ത്യാനിറ്റി അകത്ത് കയറിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് സർവായുധ വർഗത്തെ ധരിക്കേണ്ടത് ആരാന്നറിയാവോ? അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയുമെന്ന് മനസ്സിലാകുന്നവനാ ധരിക്കേണ്ടത്. അവിടെ എഴുതിയിരിക്കുന്നത് സർവായുധ വർഗത്തെ കുറിച്ചാണ് പ്രാധാന്യം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാം. Therefore put on the complete armor of God so that you will able to resist the devil. What does it mean? You can resist him. Yes. നിങ്ങളുടെ റെസിസ്റ്റൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. Do you think you can resist him? ആരാണോ റെസിസ്റ്റ് ചെയ്യുന്നത് അവർ ഉപയോഗിക്കേണ്ടതാണ് ഈ ആർമറുകൾ മുഴുവൻ. ദൈവം ആ സമയത്ത് നിന്നെ സഹായിക്കാമെന്നോ, ദൈവം ആ സമയത്ത് നിലവിളിക്കുക ഒന്നല്ല എഴുതിയിരിക്കുന്നത്. നീ ദുർദിവസങ്ങൾ വരുമ്പോ നീ അതിനോട് എതിർത്ത് നിൽക്കണം. എങ്ങനെ എതിർത്ത് നിൽക്കണം? ഈ ആയുധങ്ങളോടുകൂടെ എതിർത്ത് നിൽക്കണം. നീ അവരെ ജയിക്കും, നീ അവരെ that is what it is written. Hallelujah. മനസ്സിലായില്ല. നമ്മൾ ആർമറിനെ നോക്കിയിരിക്കുക. സർവായുധ വർഗത്തിൽ നിന്ന് സർവായുധ വർഗം ആരുടെ ഉള്ളിലാണ് പ്രയോജനപ്പെടുക എന്ന് ചോദിച്ചാൽ ആർക്കാണ്? പിശാചിനോട് എതിർത്ത് നിൽക്കാനാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് എതിർക്കുന്നത് അവർക്കാണ് ആ ആയുധം പ്രയോജനപ്പെടാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിശാചിനോട് ഞാൻ എതിർത്ത് നിൽക്കുമെന്ന്? No, no. When we are facing issues, we cry out, Lord, സഹായിക്കണേ. ആരാ എന്നൊന്ന് സഹായിക്കുള്ളത്? ഏത് പാസ്റ്ററെ വിളിച്ചാൽ കിട്ടും? ഏത് കോൾ സെന്റർ ആണ് അവൈലബിൾ ഉള്ളത്? ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് രാത്രി വിളിച്ച് പറയുമോ, ബ്രദറിനെ ഞാൻ വിളിച്ചിട്ട് ബ്രദർ ഫോൺ എടുത്തില്ല, ഇനി ഞാൻ പള്ളി വരുന്നില്ല. അത്രയേ ഉള്ളൂ അവരുടെ പള്ളി. ഞാൻ പച്ചയ്ക്ക് ആ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അസിസ്റ്റൻ്റ് അല്ല, ഫോൺ എടുക്കാൻ. അങ്ങനെ ഞാൻ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നിയേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടുത്തെ ആ ദൈവവൃത്തൻ പറയുക, പാസ്റ്റർ ക്രിസ്തുമായിട്ട് അദ്ദേഹം ഒത്തിരി അടുപ്പമാണ്. അദ്ദേഹം അടുത്ത വാചകം പറഞ്ഞു, എനിക്ക് എൻ്റെ ശ്വാസം പോയി. 20 ലക്ഷം പാസ്റ്റേഴ്സാണ് പുള്ളിയുടെ താഴെ ഉള്ളത്. എത്ര? വിശ്വാസിയല്ല, പാസ്റ്റേഴ്സ്. കുറച്ച് പേരേ ഉള്ളൂ, 10-20 ലക്ഷം പേരേ ഉള്ളൂ പാസ്റ്റേഴ്സായിട്ട്. എന്നിട്ട് അടുത്ത വാചകം പറഞ്ഞ് എനിക്ക് ശ്വാസം പോയി, അദ്ദേഹത്തിന് ഫോണില്ലെന്ന്. ഇപ്പം ഞാൻ ചോദിച്ചു, ഇയാൾ എങ്ങനെ ഒരാളെ വിളിക്കുന്നേ? പുള്ളി പറഞ്ഞു, പുള്ളിയുടെ അസിസ്റ്റൻ്റിൻ്റെ കയ്യിലാണ് ഫോണ്, അദ്ദേഹത്തിൻ്റെ ഫോണല്ല, അത് അസിസ്റ്റൻ്റിൻ്റെ ഫോണാണ്. അതിനകത്ത് 7 നമ്പേഴ്സേ ഉള്ളൂ, ആ 7 നമ്പർ മാത്രമേ അയാൾ ഉപയോഗിക്കത്തുള്ളൂ. I can't imagine. 20 ലക്ഷം പേരുള്ള പാസ്റ്ററിൻ്റെ സഭയിലെ പാസ്റ്ററിനെ 7 നമ്പറേ അറിയാവുന്നു. സോളി, എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും നമ്പർ അറിയാം. വിളിച്ചില്ലെങ്കിൽ എന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. കാരണം നിങ്ങൾ എന്നെയാണ് കൂടുതൽ കണക്റ്റഡ് ആക്കി ഇരിക്കുന്നത്. ബ്രേക്ക് ഇറ്റ്. എനിക്ക് ബ്രദറെ വിളിച്ചാൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ എന്താ, ആരെ വിളിച്ചാൽ കിട്ടിയില്ല എന്താ, വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ എനിക്കറിയാം. Build your faith up.
അനങ്ങാതിരിക്കാതെ ചുണയായിട്ട് കൈയടി അടിക്കേ. അതുകൊണ്ടാണ് ഡ്യൂട്ടാനമി പറഞ്ഞത്, നമ്മുടെ ദൈവത്തെ പോലെ വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവം ഉണ്ടോ? അതിനാരും പ്രതികരിച്ചില്ല. നമ്മുടെ ദൈവത്തെ പോലെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടോ? വിളിച്ചാൽ അപ്പോൾ അവന് ഉത്തരം തരും. He is able. Come on, കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ പിശാചിനോട് നിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ ഒരു പാസ്റ്ററേയും വിളിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നത്? 3 ദിവസം ഉപവാസം വെച്ചു. വൈ? നിങ്ങൾ വെച്ച ഉപവാസം നിങ്ങൾക്ക് അവനോട് എതിർക്കാനാണെങ്കിൽ ഐ എം എഗ്രി വിത്ത് യു ത്രൂ ദ വേർഡ്. വയറ് പട്ടിണിയെടുത്ത് കൈയടിച്ച് പാടാനാണെങ്കിൽ ഇറ്റ് ഈസ് എ റോങ് കൺസെപ്റ്റ്. എവിടുന്നോ ബന്ധക്കോസായിരുന്നു കിട്ടിയ സാധനം. ഞാനങ്ങനെയാ ചെയ്തത്. ഭൂതങ്ങളെ ഇളക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു? വട്ടത്തിൽ ആളുകളെ കൈയടിക്കാനിരുന്നു. ആ ഭൂതമുള്ള ആളെ നടുക്കിലിരുത്തി കൈയടിച്ചു, പാടുമ്പോൾ ഭൂതം ഇളകും, പാട്ട് നിർത്തുമ്പോൾ ഭൂതം നിർത്തും. രാത്രി വരെ പാട്ട് പാടി ഇരുന്നിട്ടുണ്ട് ഞാൻ. One day God spoke to me. നിന്നെ പാടി ഭൂതത്തെ പുറത്താക്കാൻ പുസ്തകത്തിൽ എവിടെ എഴുതിയിട്ടില്ല. എന്റെ നാമം പറഞ്ഞാൽ അത് പോയേ ഒക്കത്തുള്ളൂ. അന്ന് നിർത്തി വട്ടത്തിലെ പ്രാർത്ഥന. അന്ന് നിർത്തി പ്രാർത്ഥന നിർത്തി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ ഭൂതത്തെ പുറത്താക്കാനുള്ള പ്രാർത്ഥന നിർത്തി. അതിന് പകരം അതിനെ നോക്കിയിട്ട് കൽപ്പിക്കാൻ തീരുമാനിച്ചു. പോടാ. അത് അനുസരിക്കാൻ തുടങ്ങി. നിങ്ങളെ കടിക്കാൻ വരുന്ന പട്ടിയെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന പോലെയാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന പിശാചിനെടുത്ത് പിശാചിന് മുമ്പിൽ നീ പ്രാർത്ഥിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നിങ്ങളെ കടിക്കാൻ വരുന്ന പട്ടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. പറ, നിങ്ങളെ കടിക്കാൻ വരുന്ന പട്ടിയെടുത്ത് പൊന്നു ചക്കര എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെയാണ് പിശാചിനെ ഉപദ്രവിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. നീ അതിനെ പുറത്താക്കണം, നീ അതിനെ ശാസിക്കണം, നീ അതിനെ ഒഴിവാക്കണം, നീ അതിനെ മെതിച്ചു കളയണം. സിംഹത്തെയും അണലിയെയും നീ മെതിച്ചു കളയും. പാമ്പ് പെരുമ്പാമ്പിനെയും ബാലസിംഹത്തെയും നീ ചവിട്ടിക്കളയും. ഒരു ദോഷവും അവനെ പറ്റുകയില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും നീ ചവിട്ടാൻ മിന്നൽ പോലെ ആകാശത്ത് ശക്തികൾ വീഴുന്നത് ഞാൻ കണ്ടു. ആ ഒരു നാളും നിനക്കൊരു ദോഷവും വരുത്തത്തില്ല. പ്രാർത്ഥന നിർത്തണം, ശാസന തുടങ്ങണം. അടുത്തിരിക്കുന്നവരോട് പറ, പ്രാർത്ഥന നിർത്തണം, ശാസന തുടങ്ങണം. പ്രാർത്ഥന നിർത്തണം, ശാസന തുടങ്ങണം. അടുത്തിരിക്കുന്നവരോട് പറ, സഹായം ചോദിക്കൽ നിർത്തണം, അവനെ പുറത്താക്കണം. പറ, അയ്യോ ദൈവമേ എന്നെ സഹായിക്കണേ. റോങ് പ്രയർ, റോങ് കോഡ്. പ്രശ്നം വരുമ്പോ കർത്താവ് പറഞ്ഞത്, എതിർക്കടാ, ഞാൻ കൂടെ ഉണ്ടോ. നിക്കടാ, എനിക്ക് വേണ്ടി ഞാൻ കൂടെ നിൽക്കാം. Come on, കൈയടിച്ചു ആമേൻ പറ. ദുർദിവസത്തിൽ സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണോ? എതിർക്കണോ അവനോട്? ഞാൻ കൂടെ നിൽക്കാം. എന്റെ നാമത്തിൽ ആരെങ്കിലും നിന്നാൽ ഞാൻ അവന്റെ ഒപ്പം. ആരെങ്കിലും പിശാചിനോട് അവന്റെ നാമത്തിൽ നിന്നാൽ യേശു കൂടെ വന്നിട്ട് പറയും, കൂടെ ഞാനുണ്ടാ. Change your style of prayer. Change your style of prayer. Break it. Start a new move. God be with you. എന്റെ കൂടെ ഉണ്ടോ? അതിന്റെ 16 ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കത്തക്കവണ്ണമുള്ള വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. ഇനി ഇംഗ്ലീഷ് ബൈബിളിൽ ഞാനത് വായിക്കാം, നല്ല രസമാണ് കേട്ടോ. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്, വണ്ടർഫുൾ ജീസസ്. 16 above all lift up the shield of faith with which you can extinguish all the flaming arrows. You can distinguish എന്ന് പറഞ്ഞാൽ നിനക്ക് അതിനെ എതിർത്തിട്ട് ഏത് ഫ്ലെയിം തീ അമ്പുകളെ നിനക്ക് എതിർക്കാമെന്ന്. അടുത്തിരിക്കുന്നവരോട് പറ, അവൻ എത്ര വാണം വിട്ടാലും
നിന്റെ അടുത്തുനിന്ന് പൊട്ടത്തില്ല പറ. അത് എത്ര വാണമിട്ടാലും എത്ര തീയമ്പ് അടുക്ക വന്നാലും ഈ ഷീൽഡിനപ്പുറത്ത് അത് കയറത്തില്ല. Come on. ശ്രദ്ധിക്കണേ, ഷീൽഡ് എടുക്കാതെ അയ്യോ എന്ന് പറയുന്നവന്റെ ദേഹത്ത് കയറും. സഹായിക്കണേ എന്ന് പറയുന്നതിന് കൈ മലത്തുന്നേ ഉണ്ടാവത്തില്ല, അതിനെ കുമ്പേ കയറി കാണും. ആ ഷീൽഡ് എടുത്ത് പാടാ ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഷീൽഡിന്റെ മുമ്പിലെ അത് തീ അണഞ്ഞ് നശിച്ചു പോകും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, നിന്നാൽ ഞാൻ മതിൽക്കൂട്ടത്തിന് നേരെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. പറ, അഭിഷേകം മാത്രമുള്ള കാലമാ ഇന്ന്. എന്റെ കൂടെ ഒരുവൻ വാഴുകയോ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് പറ, അവനാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ഞാൻ മതിൽ ചാടിക്കടക്കും. ഓ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്കൊരു പേടിയില്ല. ഹല്ലേലൂയ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. കാരണം അവൻ എന്റെ പക്ഷം. ഞാൻ ആരെയാ പേടിക്കുന്നേ? Come on, തുള്ളിച്ചാട് ആമേൻ പറ. ക്രിസ്ത്യാനി അയ്യോലും തരണേ രക്ഷിക്കണേ, അയ്യോലും തരണേ രക്ഷിക്കണേ പറഞ്ഞങ്ങ് ശീലമായി പോയി ക്രിസ്ത്യാനിക്ക്. 2 തല്ലി കൊടുത്തിട്ട് പറ, രക്ഷിക്കണേ വല്ലതും തരണേ എന്ന് പറഞ്ഞങ്ങ് ഭിക്ഷ ചോദിച്ച് അതങ്ങ് തലേ കയറിപ്പോയി. നീ ദൈവത്തിന്റെ മോനാണെന്നുള്ള ധൈര്യത്തെ എഴുന്നേറ്റ് നിൽക്ക. നിന്നെ എതിർക്കുവാൻ ഒരു ശത്രു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. രാജാധി രാജാവ, കർത്താധി കർത്താവ, ഞാനെല്ലാം അതിന്റെ രാജകുമാരന്മാരാ. അവൻ സിംഹമാണെങ്കിൽ ഞങ്ങൾ ബാലസിംഹങ്ങളാണ്. ഓ, അവന്റെ കുച്ചങ്ങളാ ഞങ്ങൾ. Stand for it. Roar. You will see miracles. ഒരു ദിവസം ചർച്ചിലെ ഞാൻ ആത്മീയ യുദ്ധത്തെ കുറിച്ച് പഠിപ്പിക്കുക. ആ സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ ഒന്ന് വെട്ടുന്നു. ഞാൻ വിചാരിച്ചു ഭൂതം ഇളകിയായിരിക്കുന്നു. ഞാൻ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു നോക്കി, ഈ സാധനം പോകുന്നില്ല. ഞാൻ ബോധം വന്നപ്പോൾ ചോദിച്ചു, എന്നാ ചെയ്യുമായിരുന്നു? പിശാച് എൻ്റെ അടുക്ക ഉണ്ടായിരുന്നു ബ്രദറെ, ഞാൻ വെട്ടിയതാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് തലയെ കൊള്ളാഞ്ഞ ഭാഗ്യം. ഇറ്റ് ഈസ് സ്പിരിച്വൽ. നിന്റെ അകത്ത ധൈര്യം വരണ്ടേ. നീ കൈ കൊണ്ട് ആക്ഷൻ ഒന്നും കാണിക്കണ്ട, ഇങ്ങനെ നിന്നാൽ മതി. ഹി നോ ഹൂ യു ആർ. Come on. Church, stand in your stand. Yes. നിന്റെ സ്ഥലത്ത് എഴുന്നേൽക്ക. എന്നിട്ട് എഴുന്നേറ്റ് പറ, no one can against me. No one can against me. അടുത്തിരിക്കുന്നവരോട് പറ, ധൈര്യമുള്ള വാടാ. പറ. നമ്മുടെ അകത്ത് കണ്ടോ പേടി വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറയണോ? അങ്ങനെയൊക്കെ ചെയ്യണോ? അങ്ങനെ ഇറ്റ് ഈസ് റിട്ടൺ. പോയി ഭൂതങ്ങളെ പുറത്താക്കാനാ കർത്താവ് പറഞ്ഞു. രോഗികളെ സൗഖ്യമാക്കാനാ പറഞ്ഞു. അവ ഒന്നും നിങ്ങൾക്ക് ഒന്നും വരുത്തത്തില്ല. പോടാ. അടുത്തിരിക്കുന്നവരുടെ പോയി ചെയ്യേ. അവ ഒന്നും നിനക്ക് ദോഷം വരുത്തത്തില്ല. അവരെ ചവിട്ടുവാനാ നിനക്ക് അധികാരം. Come on. നിന്നെ തൊടാൻ കഴിയത്തില്ല. സഹോദരങ്ങളെ, ഐ ചാലഞ്ച് യു ഓൺ. ഇന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന സാഹചര്യം വരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? സഹായിക്കണേന്ന് പറയല്ലേ? ആ ഗൗരവം ഒട്ടും കറയല്ലേ? ശ്രമിച്ചു നോക്കടാ. നീ ശ്രമിക്കേ. എന്നെ തോക്കാൻ പറ്റിക്കും നോക്ക. ഒന്ന് ശ്രമിച്ചു നോക്ക. ഇത്രയും നാള് രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ, ഞാൻ ബലഹീനനാണ് എന്ന് പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജയിച്ചില്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്തം. പുസ്തകം പറയോ, സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ഹിം. എതിർത്ത് നിൽക്കാം. പിശാചിനോട് എതിർത്ത് നിൽക്കാം. അവൻ നിന്നെ ഓടിപ്പോകും, നിന്നെ വിട്ട് ഓടിപ്പോകും. നിങ്ങളെ ആവേശം കയറ്റിക്കാൻ പറയുന്നതല്ല. ഞാൻ ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ, ഈ പാവത്തെ കുറ്റം പറയാൻ പോവാ. ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വയ്യെന്നേ എന്ന് ചോദിച്ചു. എന്നാ? എനിക്ക് ചെറിയൊരു പനിക്കോളുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോയില്ല, ഞാൻ വേറെ കഥ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞത് പറഞ്ഞത് എനിക്ക് തലേ കയറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് സൗളിക്ക് മനസ്സിലായി.
Thank you, Jesus. പിന്നെ അല്ലാതെ ഞാനെന്തോ പറയണം? ആ സെക്കൻഡ് തന്നെ അവൾ തിരിച്ചു പറഞ്ഞു, ഇല്ല, ഐ ആം ഹെൽത്തി. Amen. ഐ ആം ഹെൽത്തി. പറ. I am healthy. I am healthy. The life of God is in me. The life of The life of God is in me. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ദൈവത്തിന്റെ ജീവനിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ജീവനിൽ വ്യാപരിക്കുന്നു. രണ്ടോ മൂന്നോ പേരുടെ കൈ കൊടുത്തിട്ട് പറ, ദൈവത്തിന്റെ ജീവനിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ജീവനിൽ വ്യാപരിക്കുന്നു. From the day I saved, from the day onwards, I am in a safer zone. I am in a safer zone. No one can snatch me out. No one can fetch me out. Impossible. ഞാൻ അവന്റെ കൈക്കകത്തായിരിക്കുന്നേ. ആര് പറയുമെന്നാ പറയുന്നേ? സഹോദര, നിന്റെ തലയിൽ ഏതാ വലുതായിട്ട് നിൽക്കുന്നത്? ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നതാണോ അതോ പോരാട്ടമാണോ? എൻ്റെ തലയിലുള്ളതാ, ഐ ആം ഇൻ ഹിസ് ഹാൻഡ്സ്. ഞാൻ അവന്റെ കൈകളിലാ. ആർക്കാ ധൈര്യമുള്ളതെന്ന് എടുക്കാൻ? നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ നേരത്തെ പോലെ ഇത് എടുക്കാൻ ധൈര്യമുള്ള ആരാന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ മുട്ടി പിടിക്കുമായിരുന്നു. ഇവരെല്ലാവരും കൂടെ കൈ തൂങ്ങുമായിരുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചിട്ടില്ല എങ്ങനെ? അവന്റെ കയ്യിലാ ഞാൻ ഇരിക്കുന്നേ. തൊട്ട് കളിച്ചാലേ വിവരം അറിയും. പറ, ഐ ആം സേഫ് ദേർ. ഞാൻ സുരക്ഷിതനാവിടെ. അഗ്നിയുടെ മതിൽ പൊട്ടിച്ചിട്ട് ആർക്കും അതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഇത് ലക്ഷ്മണരേഖയല്ല, ഇത് അഗ്നിയുടെ മതിലാ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഇത് അഗ്നിയുടെ മതിലാ. ഇതിനെ പൊളിക്കാൻ ലോകത്തിലെ ഒരു ശക്തി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആറ്റം ബോംബിന് കഴിയത്തില്ല. ന്യൂക്ലിയർ ബോംബിന് കഴിയത്തില്ല. No one can break this one. Yes. I am in a safer zone. I am in a safer zone. ബ്രദറെ, ഞാൻ സോളിയോട് പറഞ്ഞു, സോളി പറ, the life of God is in me. എൻ്റെ അകത്ത് ദൈവത്തിന്. എല്ലാവരും എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ്. ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് 15 മിനിറ്റെങ്കിലും. ഞാൻ അവിടേക്ക് നിങ്ങളെ കൊണ്ടെത്തിയേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, 15 മിനിറ്റ് എടുക്കത്തില്ല. 15 മിനിറ്റ് കൂടെ ഇരുന്നേ ഒക്കത്തില്ല. അല്ലാതെ നിങ്ങളെ വിടത്തില്ല ഞാൻ. ഇരുന്നൂടെ? ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇരിക്കില്ലേ, എഴുന്നേറ്റ് നോക്കുക. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് പറഞ്ഞേ, ലൈഫ് ഓഫ് ഗാഡ് ഈസ് ഇൻ മീ. ലൈഫ് ഓഫ് ഗോഡ് ഈസ് ഇൻ മീ. ദൈവത്തിന്റെ ജീവൻ എന്നിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ജീവൻ എന്നിൽ വസിക്കുന്നു. സോളി നോക്കിക്കേ, ഞാൻ വൈകുന്നേരം വന്നപ്പോ അവൾ ഫ്രഷ് ആയിട്ടായിരിക്കുന്നത് ഞാൻ കണ്ടേ. എന്റെ ബ്ലഡിൽ അവന്റെ ജീവൻ വ്യാപരിക്കുന്നു. എന്റെ ബോൺസിൽ അവന്റെ ജീവൻ വ്യാപരിക്കുന്നു. പറ, എന്റെ ലങ്സിൽ അവന്റെ ജീവൻ വ്യാപരിക്കുന്നു. എന്റെ ഹാർട്ടിൽ അവന്റെ ജീവൻ വ്യാപരിക്കുന്നു. പ്രഷറിന് എന്നെ തൊടാൻ കഴിയത്തില്ല. എന്റെ ഹോർമോൺസിന് എന്നെ തൊടാൻ കഴിയത്തില്ല. ഐ ആം ഹെൽത്തി. ഐ ആം ഹെൽത്തി. കം ഓൺ, പറ. I am healthy. ഒന്നിനും എന്നെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ടാ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്, വിശ്വാസത്തിന് നല്ല പോര് പരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. Fight the good fight of faith. Next word, take hold of the eternal life. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. എല്ലാവരും പറഞ്ഞേ, എന്നെ മോളും വന്നേ. ഇവിടെ ഞാൻ പിടിച്ചിരിക്കുക. ഇവിടെ കൊങ്ങയ്ക്ക് പിടിച്ചു. ഇതെനിക്ക് മനസ്സിലായി. പിടിക്കാന്ന് പറഞ്ഞ ഈ നിത്യജീവനെ എവിടെ കൂട്ടിയിട്ട് പിടിക്കാനാ? നിത്യജീവൻ എൻ്റെ അകത്തിരിക്കുന്ന സാധനമല്ലേ? എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന, എൻ്റെ ബ്ലഡിൽ വ്യാപരിക്കുന്ന, എൻ്റെ ശരീരത്തിൽ മുഴുവൻ വ്യാപരിക്കുന്നതല്ലേ നിത്യജീവൻ? ഒരാളെ കയറി പിടിക്കാൻ, ഇവിടെ തൊണ്ടയ്ക്ക് പിടിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. ഇന്ന് മാല ഇട്ടില്ലേ? ഇന്ന് Are you listening? Yes. Are you listening? അപ്പോൾ എന്തുമായിരിക്കും hold the eternal life എന്ന് പറഞ്ഞ? It is so simple. You have to confess the eternal life. Amen. എൻ്റെ ഉള്ളിൽ ജീവൻ വ്യാപരിക്കുന്നു. Hallelujah.
കണ്ണിന്റെ കൃഷ്ണമണി ആടുന്നോണോ? കണ്ണിലേക്ക് എഴുതിട്ട് പറ, എൻ്റെ കണ്ണിൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നു. പറ, എവിടാണോ ജീവൻ വേണ്ടത് അപ്ലൈ ചെയ്യാൻ. ജീവൻ വ്യാപരിക്കുന്നു, ജീവൻ വ്യാപരിക്കുന്നു. ഹീബ്രു 4:14 ഹോൾഡ് ഫാസ്റ്റ് യുവർ ഫെയ്ത്ത് ഓഫ് കൺഫെഷൻ. കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. മെല്ലെ നീ പറയാൻ വരുന്നത് പറയട്ടെ. യു ആർ ദ ഗോഡ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയാവോ? നിങ്ങൾ ദൈവത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ദൈവത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഓഫീസാണ്. Come on. ഞാൻ ദൈവത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. Amen. That's why I am not cry out for help. I am the headquarters. I am the branch office of God. Amen. Yes. The greater is who is he is in me. വലിയവൻ എൻ്റെ ഉള്ളിൽ ജീവിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ? യേശു കർത്താവ് വെള്ളത്തിൽ സ്നാനം പ്രാപിക്കുക. ലിസൺ ടു മീ വെരി 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 കെയർഫുള്ളി. അടുത്ത ആഴ്ച ഇവിടുന്ന് ആയിരിക്കും തുടങ്ങുന്നത്. ഞാൻ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ, പ്രാവെന്ന രീതിയിൽ, പ്രാവ് ഡിസെൻഡ് ചെയ്യുന്ന രീതിയിൽ, പ്രാവായിട്ടല്ല, പ്രാവ് ഡിസെൻഡ് ചെയ്യുന്ന രീതിയിൽ, പ്രാവ് ഇങ്ങനെയാ ഇറങ്ങി വരുന്നത്. ആ രീതിയിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ആവസിച്ചു. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. 30 വയസ്സ് വരെ യേശു എവിടെയായിരുന്നു എന്ന് വലിയ തെളിവുകളൊന്നുമില്ല. ബൈബിൾ പറയുന്ന അമ്മയപ്പന്മാരുടെ കൂടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ യേശു അതിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് ബൈബിളിൽ എവിടെയില്ല. ജ്ഞാനത്തോട് ചിലരെ തോൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. Are you listening? പക്ഷേ when he received the anointing, ആ ദിവസം മുതൽ യേശുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തുപോയി. എന്താ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്? യേശുവിൻ്റെ നിയന്ത്രണം മാറിയിട്ട് വേറൊരാൾ ആരാണോ അവൻ്റെ അകത്ത് വന്നത്, ആ ആൾ അവൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. Are you following me? Yes. പിന്നീട് യേശുവിൻ്റെ ഇഷ്ടത്തിലല്ല സഞ്ചരിച്ചത്. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. That means from that day, Jesus lost his control and Holy Spirit take control him. He started to control him. എന്നാണോ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നത്, യേശുവിൻ്റെ കൺട്രോൾ പോയി. നിയന്ത്രണം മാറി. യേശുവിൻ്റെ നിയന്ത്രണം യേശുവിൽ നിന്ന് മാറി, പകരം വേറൊരാള് നിയന്ത്രണം ഏറ്റെടുത്തു. കുറച്ചും കൂടെ നന്നായി പറയാം. ഇന്നലെ രാത്രി ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ അന്നമോള വന്ന് വിളിച്ചേ. സോളിയും വന്നു. അതുവരെ ആ കാർ ഓടിച്ചുകൊണ്ടിരുന്നത് അന്നയാ. അവൾ ഇവിടെ നിന്ന് മാറി, ഞാൻ ആ വാഹനത്തിലേക്ക് കയറി. പിന്നീട് ആ വാഹനം അന്ന ഉണ്ടെങ്കിലും അന്നയുടെ നിയന്ത്രണത്തിലല്ല, എൻ്റെ നിയന്ത്രണത്തിലാണ്. ഡ്രൈവർ സീറ്റ് മാറി. ഒന്ന് പറഞ്ഞേ. ഡ്രൈവർ സീറ്റ് മാറി. ഓടിക്കുന്ന ആള് വേറെയായി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന ദിവസം മുതൽ ദൈവം ആഗ്രഹിച്ചിരുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ഈ വണ്ടി ഓടിക്കുന്നയാൾ മാറണമെന്നായിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലായത് ആത്മാവ് വന്നപ്പോൾ അത് വന്നു. കൈയടിക്കാനൊരു ആവേശം വന്നു, മറിഞ്ഞു വീണു, വിറച്ചു. ഇതൊക്കെ എക്സ്പീരിയൻസുകളാണ്, അതൊക്കെ ഉണ്ടാകണം. ഐ എം ഡൂയിങ് സെയിം തിങ്സ്. പക്ഷേ അത് വന്നതിൻ്റെ അർത്ഥം കൺട്രോൾ മാറാനായിരുന്നു. That means when the Holy Spirit comes upon you, he is the in charge. അവന് അന്നു മുതൽ നിന്റെ മേലുള്ള നിയന്ത്രണം നിനക്കല്ല. അടുത്തിരിക്കുന്ന 2 പേര്, ഞാൻ തുടങ്ങുവാണേ, 5 മിനിറ്റും കൂടെ പ്രസംഗിക്കും, വന്നിട്ട് വിട്ടേക്കാം.
അടുത്തിരിക്കുന്നവരോട് പറ, അവൻ വരുന്ന ദിവസം മുതൽ നീയല്ല ഇൻചാർജ്, യേശുവാണ്, പരിശുദ്ധാത്മാവാണ് ഇൻചാർജ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മാത്രമാണ് ദൈവമക്കൾ എന്ന് പറഞ്ഞത്. അപ്പൊ ദൈവമക്കളാകണമെങ്കിൽ ഇയാളുടെ കൺട്രോളിലേക്ക് വരണം. ദൈവം നിന്നെ മകനായി മകളായി അക്സെപ്റ്റ് ചെയ്യുന്നത്, പറ, നിന്നെ മകനായി മകളായി അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണോ നിന്റെ നിയന്ത്രണത്തിൽ നീ മാറിയിട്ട് അവന്റെ നിയന്ത്രണത്തിൽ നീ വരുന്നത്, അന്നാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, സ്നാനപ്പെട്ടപ്പോൾ ദൈവത്തിന് നിന്നെ അറിയാം, രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് നിന്നെ അറിയാം, ആ ഫാമിലിയിൽ നീ വന്നു. പക്ഷേ മകനായത് എപ്പോഴാണോ നിന്റെ നിയന്ത്രണം മാറിയിട്ട് അവന്റെ നിയന്ത്രണം ആയത്, അന്ന് മുതലാണ് മകനായത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം വാക്യത്തിൽ പറഞ്ഞത്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയോ എന്ന് പറഞ്ഞാൽ, ആത്മാവ് ദൈവം എൻ്റെ മേൽ വെച്ചത് നിന്റെ നിയന്ത്രണം ദൈവത്തിന് ഏറ്റെടുക്കാനാണ്. Can you? Do you understand what I'm saying? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കാൻ തീരുമാനിച്ച ദിവസമാണ് പരിശുദ്ധാത്മാവിനെ നിനക്ക് പകർന്നത്. എന്റെ നിയന്ത്രണം ദൈവം നിയന്ത്രിക്കാൻ തീരുമാനിച്ച ദിവസമാണ്. പുള്ളി പറഞ്ഞത്, യെസ്, ഇവന്റെ കൺട്രോൾ ഇനി മുതൽ ഞാനാണ് എന്ന് പറഞ്ഞ ദിവസമാണ് ആത്മാവിനെ അയച്ചത്. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടോ? ആരാ നിയന്ത്രണം? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. നിയന്ത്രണം ആരുടെ കയ്യിലാ? ആത്മാവിന്റെ കയ്യിൽ. നിയന്ത്രണം അവന്റെ കയ്യിലാകണമെന്ന് സ്വർഗം തീരുമാനിച്ച ദിവസമാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. മറന്നുപോലെ ഞാൻ പറഞ്ഞു, ഇന്ന് പറയുന്ന ഓരോ വേർഡ്സും ഇറ്റ് ഈസ് റേമ ഫോർ യു. സീരിയസ്ലി. വൈ ഗോഡ് ടേക്ക് കൺട്രോൾ? വൈ? അടുത്തിരിക്കുന്നവർ വൈ എന്ന് പറഞ്ഞാൽ, God has a blueprint about your future. ദൈവത്തിന് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ബിഫോർ ക്രൈസ്റ്റ് the blueprint is there, but he is unable to control you. അവിടേക്ക് എത്തിക്കാൻ പരിശുദ്ധാത്മാവിനും ദൈവത്തിനും എന്നെ വേണേ എപ്പോഴേ നിയന്ത്രിക്കാം. ദൈവമല്ലേ? പക്ഷേ ദൈവം അങ്ങനെ ചെയ്യാറില്ല. ദൈവത്തിന് സ്വർഗീയ പദ്ധതിയുടെ ആ ബ്ലൂ പ്രിന്റിനകത്തേക്ക് എന്നെ നടത്തണമെന്ന് തോന്നിയപ്പോൾ സ്വർഗം പറഞ്ഞു, ഇനി ഇവന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ്, നീ അവന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, എങ്കിലേ എന്റെ ബ്ലൂ പ്രിന്റ് അവന്റെ ജീവിതത്തിൽ സക്സസ് ആകത്തുള്ളൂ. അപ്പോ പരിശുദ്ധാത്മാവ് എന്നതിന്റെ ഉദ്ദേശം, എൻ്റെ മുകളിലുള്ള ദൈവിക പദ്ധതിയെ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് സ്വർഗത്തിന് തോന്നിയപ്പോൾ എൻ്റെ നിയന്ത്രണം സ്വർഗം ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഇനി എൻ്റെ പരിപാടികൾ മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി, എങ്കിലേ ഇവൻ്റെ ഡെസ്റ്റിനിയിലേക്ക് ഞാൻ ആഗ്രഹിച്ച ഇവൻ്റെ ഡെസ്റ്റിനിയിലേക്ക് ഇവനെ നടത്താൻ പറ്റത്തുള്ളൂ. What a beautiful thing. നമുക്ക് ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ മനസ്സിലായിട്ടുള്ള 2-3 കാര്യം. അന്യഭാഷ, വരങ്ങൾ, കൃപ, വരങ്ങൾ, ഫലങ്ങൾ, ദാറ്റ്സ് ഓൾ ഗിഫ്റ്റ്, ഓൾ തിങ്സ് ഇസ് റൈറ്റ്. പക്ഷെ അൾട്ടിമേറ്റ് പ്ലാൻ വി ചേഞ്ച് ഇറ്റ്. ആമേൻ. ദിസ് വാസ് ഹിസ് അൾട്ടിമേറ്റ് പ്ലാൻ. യെസ്. ഈ ശരീരം എന്ന വാഹനത്തെ കർത്താവ് പറഞ്ഞു, I want to control. എനിക്ക് അവനെ നിയന്ത്രിക്കണം. അവനാകുന്ന വാഹനത്തിന്റെ ഡെസ്റ്റിനിയെ ഇനി അവന്റെ കൈ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ വാഹനം ഓടിക്കും, അവൻ അതിനകത്തിരിക്കും. പറ,
ഞാൻ വാഹനം ഓടിക്കും, അവൻ അതിനകത്തിരിക്കും. പറ ഞാൻ വാഹനം ഓടിക്കും, അവൻ അതിനകത്തിരിക്കും. 2-3 പേരുടെ കൈ കൊടുത്തിട്ട് നീ അതിനകത്തിരിക്കും, കർത്താവ് വണ്ടി ഓടിക്കും. എന്നത് മനസ്സിലാക്കുമ്പോഴാണ് സൂപ്പർ നാച്ചുറൽ ബിക്കം നാച്ചുറൽ ടു യു. ദൈവം നിയന്ത്രിക്കും വണ്ടി, ദൈവം നിയന്ത്രിക്കുന്ന മനുഷ്യൻ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ. എനിക്കിത് പറയുമ്പോൾ അസാധാരണമായ മഴ പോലുള്ള ദൈവ സാന്നിധ്യം കാണാം. വേണ്ടവർക്ക് റിസീവ് ചെയ്യാം, വേണ്ടവർക്ക് ഫ്ലോ ചെയ്യാം. I know the anointing of God is here. Something is going on. Supernatural is manifesting. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നതിന് ഈ വാക്കുകൾ പറയുമ്പോൾ ചിലരുടെ മുഴകൾ മാറുകയാണ്, ചിലരുടെ ട്യൂമറുകൾ മാറുകയാണ്, വളഞ്ഞ അസ്ഥികൾ നേരെയാകുകയാണ്, ലങ്സുകൾ സൗഖ്യമാകുകയാണ്. Because God is going to take your control. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ നിന്റെ അവയവങ്ങളെ അവന്റെ അവയവങ്ങളായി സമർപ്പിക്കുന്ന ദിവസം, അതാണ് അനോയിന്റിങ് എന്ന് പറയുന്ന ദിവസം. Are you following me? Yes. ഒരു പടിയും കൂടെ പറയട്ടെ. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയ ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? അവിടെ നിന്നുകൊണ്ട് കേൾക്കാവോ? നിങ്ങൾക്ക് ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വണ്ടർഫുൾ ജീസസ്. എനിക്ക് അമേരിക്കയിൽ പോകാൻ വിസ വേണമായിരുന്നു. അമേരിക്കയുടെ വിസ അമേരിക്കയിൽ പോയാലല്ലേ കിട്ടത്തുള്ളൂ? അല്ല, നമുക്കറിയാം അമേരിക്കയിൽ പോകേണ്ട ചെന്നൈയിലുള്ള അവരുടെ ഓഫീസിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു കൊച്ചു പതിപ്പ് ചെന്നൈയിൽ അവർ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് അമേരിക്ക ചെല്ലണ്ട. ചെന്നൈയിൽ ചെന്നാൽ ആ ഫങ്ഷൻ ചെയ്യുന്ന അമേരിക്കൻ ഗവൺമെന്റിനെ നമുക്ക് കാണാം. സ്വർഗം. ഞാൻ അഞ്ചലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുമോ? ഡു യു നോ ഫസ്റ്റ് തിങ് ഐ ഡു? വാട്ട് ഐ ഡിഡ്? ഫസ്റ്റ് തിങ് ഐ ബോട്ട് എ ഹൗസ്. സെക്കൻഡ് തിങ് ഐ സ്റ്റാർട്ട് അപ്പ് എ ഓഫീസ്. എന്നാലേ വന്നിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. Two things happen. ആദ്യം ഒരു വീട് വേലയ്ക്ക് മേടിച്ചു. അടുത്ത ആഴ്ച ഇത് വിശദീകരിക്കും ഞാൻ. ആദ്യം എന്നാ ചെയ്തു? വീട് വിലയ്ക്ക് മേടിച്ചു. എന്നിട്ട് അതിനൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്തു. എന്നാലേ അവിടുന്ന് വന്നിട്ട് ഇവിടത്തെ കാര്യം നോക്കാൻ ഒക്കത്തുള്ളൂ. സ്വർഗം. അവിടുന്ന് വന്നിട്ട് ഇവിടുത്തെ കാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോ മേടിച്ച വീടും ഓഫീസുമാ ഞാനും നിങ്ങളും. You are the house of God. Amen. You are the branch office of heaven. Hallelujah. Hey. You are a small branch office. Amen. In another word, we can call this is God's head office. From here he works. From here he moves. From here he works. അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗത്തിനെ ഭൂമി വന്നിട്ട് ചിലത് ചെയ്യാൻ തോന്നിയപ്പോ ഒരു വീട് മേടിച്ചതാണ് ഈ വീടെന്ന് പറയുന്നത്. എന്താ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. When I was receiving this rhema, I started to think that means you want to work in this world. That's why he bought this house for you. This is not mine now. It is for him. Hallelujah. എന്നെ കാശ് കൊടുത്ത് മേടിച്ചു കളഞ്ഞു.
എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ ചിലത് ചെയ്യണം, അതിനെനിക്കൊരു ഡോക്ടറെ വേണം. ഈ ഭൂമിയിൽ ചിലത് എനിക്ക് ചെയ്യണം, അതിനെനിക്ക് രോഗശാന്തി വരം വേണം. ഈ ഭൂമിയിൽ ചില ചെയ്യണം. I need your tongue to prophesy. I need to talk to someone. I need your body. I need your tongue. I need your health. I need you. ദൈവത്തിന് എന്നെ വേണമെന്ന് വ്യക്തമായി പറഞ്ഞ ദിവസമാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന ദിവസം. ഞാനിരുന്ന് കരഞ്ഞു കേട്ടോ. ദൈവത്തിന് എന്നെ വേണമെന്ന് സ്വർഗം തീരുമാനിച്ച ദിവസമാണ് അവൻ വന്ന് സൊളിങ്ങോടി ഓടിയോ. ബൈബിൾ പറയുന്നത് എന്നാന്നറിയോ? തിരിഞ്ഞേക്കോ, ഇങ്ങോട്ട് തിരിഞ്ഞേക്കടി. അവൻ വന്നവരെ അവനുമായി ഒന്നായി തീർന്നു. He embraced him. ഞാനിത് ചെയ്തപ്പോ നിങ്ങളെ പലരെയും കർത്താവ് കെട്ടിപ്പിടിക്കുന്ന ഞാൻ കാണുമായിരുന്നു കേട്ടോ. സ്വർഗത്തിനെ അവനെ താമസിക്കാൻ നിന്റെ വീട് വേണമെന്ന് തോന്നിയപ്പോ തൻ്റെ പുത്രന്റെ രക്തം കൊടുത്ത് മേടിച്ചിട്ട് അവൻ നിന്നെ സ്വന്തമാക്കിയ ദിവസമാണ് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്ന ദിവസം. നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങളുടെ ശരീരങ്ങളും നിങ്ങളും എൻ്റെ ദൈവത്തിന്റെ വകയാണ്. ഭൂമിയിൽ ദൈവത്തിനെ ചിലത് ചെയ്യേണ്ടതിനെ ദൈവത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഓഫീസ് കെട്ടിടങ്ങളാണ് നമ്മൾ. അടുത്തിരിക്കുന്നവരോട് പറയാം, ഭൂമിയിൽ ദൈവത്തിന് പ്രവർത്തിക്കേണ്ടതിനെ ദൈവം ഏറ്റെടുത്ത ഓഫീസ് കെട്ടിടങ്ങളാണ് നിങ്ങൾ. കെട്ടിടത്തിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, കെട്ടിടം അതിനെ കൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. ബിഗ് മീനിങ്. എങ്ങനെ ഇപ്പൊ വിശദീകരിക്കുന്ന സമയമില്ല. കെട്ടിടമാണോ പ്രവർത്തിക്കുന്നത്? കെട്ടിടത്തിനകത്തുള്ളതാണോ പ്രവർത്തിക്കുന്നത്? കെട്ടിടത്തിനകത്തൊരു ഓഫീസുണ്ട്. കണ്ട ചില്ലും മണ്ണും ഇതൊക്കെയാ, പക്ഷേ പുറമേ ഉള്ളതല്ല, വേറെന്തോ അതിനകത്ത് ചലിക്കുന്നുണ്ട്. You are something. You are the body of Christ. You are the temple of God. You are the house of God. You are the carrier of God. You are the glory of God. Oh, you carry His office. You carry His plans and purpose and act on this earth. നീയാണ് അവൻ്റെ എല്ലാ ആക്ഷനുകളും പർപ്പസുകളും ഈ ഭൂമി കൊണ്ടുവരേണ്ടയാൾ. ഐ ആം സോ വാല്യുബിൾ. അതിൻ്റെ ഇടയ്ക്കല്ല ഞാൻ വണ്ടി ഇടിച്ച് ചാവാൻ പോന്നേ. നോ നോ, ഹൗ ക്യാൻ ഐ ഡൈ? ഐ ആം ദ ഓഫീസ് ഓഫ് ഗോഡ്. ഭൂമിയിലെ സ്വർഗീയ ഓഫീസാണ് ഞാൻ. സ്വർഗം ഈ ഭൂമിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. പറ, വല്ല മനസ്സിലായിട്ട് വല്ലതും ആണോ ഇരിക്കുന്നത്? എനിക്ക് ഐ ഡോണ്ട് നോ. ഐ എം ഷെയറിംഗ് മൈ ഹാർട്ട്. സീരിയസ്ലി ഐ എം ഓപ്പണിംഗ് മൈ ഹാർട്ട്. In another word we can say is that a small branch office here. You are the branch office of heaven. Heaven's branch office. അടുത്തിരിക്കുന്നവരോട് പറ, heaven's branch office. ഈ ബ്രാഞ്ച് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാം. എനിക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് ഒരാൾ തന്നു. എനിക്ക് HDFCയിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഇവിടുത്തെ റീജിയണൽ ബാങ്കിൽ കൊണ്ട് ചെക്ക് കൊടുത്താൽ മാറുമോ? റീജിയണൽ ബാങ്ക് വലുതല്ല. റീജിയണൽ ബാങ്കിൻ്റെ ബാങ്കുകളിലെല്ലാം ഹെഡാണ് റീജിയണൽ ബാങ്ക്. അവർ പറയും, സാർ ഇവിടെ ഞങ്ങൾ ചെക്ക് സ്വീകരിക്കത്തില്ല, നിങ്ങൾ നേരെ എവിടെ കൊടുക്കണം? ബ്രാഞ്ച് ഓഫീസ്.
അല്ല, എൻ്റെ കയ്യിൽ 50 കോടി രൂപയുടെ പൈസയുള്ളത്. മേനംകുളത്ത് ഇങ്ങനെയുള്ള ഒരു ബ്രാഞ്ച് ഓഫീസാണ് ഉള്ളത്. നടത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഇമ്മിണിയുള്ള ഒരു ബ്രാഞ്ച് ഓഫീസാണ്. പറ, ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റാഫും ഒരു കസേരയും ഒരു അലമാരിയുള്ള ബ്രാഞ്ച് ഓഫീസ്. അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ 50 കോടി രൂപ കൊടുത്താൽ അവരെങ്ങനെ മാറിത്തരാനാ സാറേ? സാറ് പറയും, നിങ്ങൾക്ക് എവിടെ അക്കൗണ്ട് ഉള്ളത്? മേനംകുളത്താ. കണ്ടതിനകത്ത് 50 ലക്ഷം വെക്കാനുള്ള സെൽഫ് പോലും ഇല്ല സാറേ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് 50 ലക്ഷം വെക്കാനുള്ള സെൽഫ് പോലും ഇല്ല. കണ്ട ഇമ്മിനി ഉണക്ക കറുത്ത മെലിഞ്ഞിരിക്കുന്നൊരു പെണ്ണ്. അറി ഫോളോയിങ് നിങ്ങൾക്ക് വല്ലതും കിട്ടുന്നോ? എനിക്കറിയത്തില്ല കിട്ടുന്നില്ലേ എന്ന്. പക്ഷേ റീജിയൻ ഓഫീസ് എന്ന് പറയും, സാർ അവിടെ ഇരിക്കുന്ന ആളെ നോക്കണ്ട, അത് ഞങ്ങളുടെ ഓഫീസാണ്. ചെക്ക് കൊടുത്താൽ സാറിന് പാസ്സാവും. കാരണം അതിനെ നിയന്ത്രിക്കുന്നത് ഹെഡ് ഓഫീസാണ്. എത്ര വലിയ ചെക്ക് കൊടുത്താലും ഈ ഓഫീസ് പാസ്സാക്കും. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് തീർന്നു, ഞാൻ നിർത്തുക. നിങ്ങൾക്ക് വിചാരമുണ്ടോ എനിക്ക് ക്ഷീണമില്ലെന്ന്? ഞാൻ കൊല്ലം പോയി പ്രസംഗിച്ച് അവിടുന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തന്നെ ഒരു ദിവസം കിടന്ന കൊള്ളാൻ തോന്നിപ്പോവും. But I am so excited. Amen. I know I am delivering the word. Yes. When I know I am the heaven's office, ഞാൻ ദൈവത്തിൻ്റെ ഓഫീസുമായ നടക്കണമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനില്ലെങ്കിൽ ഓഫീസിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് മിടിയും ടോപ്പിട്ടൊരു പെങ്കൊച്ചു വന്ന് വാടാ എന്ന് വിളിക്കുന്നേ. അതിനകത്തൊരാൾക്ക് കയറിയിരിക്കാൻ സ്ഥലം കൊടുക്കല്ലേ. ഒന്ന് വന്നിട്ട് സോളി. ആരും തോളെ കൈയിടരുത്. ഈ കൈയിടുന്ന രീതി കണ്ടോ? ഈ കൈ വേണ്ടാത്ത സ്ഥലത്തൊക്കെ തൊടും. This is a temple of Holy Spirit. Yes. Amen. ഇത് ദൈവത്തിന്റെ ആലയമാണ്. Amen. അങ്ങനെ തൊടുന്നവന്റെ കൈ എടുത്ത് സൊളിന്ന് കൈ മാറ്റടി. അത്ര ബന്ധം മതി എന്ന് പറയണം. എന്തുകൊണ്ട് വിശേഷം? അപ്പോഴേ പറയണം, അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. വാ തുറക്ക, പറ. നിനക്ക് 2 പ്രാവശ്യം ദുരുദ്ദേശത്തോടെ ഇങ്ങനെ ആക്കിയാൽ നിനക്ക് വേണ്ട എന്ന് പറയാൻ തോന്നത്തില്ല. നീ മനുഷ്യനാ. Break it. This is the temple of the Holy Spirit. നിങ്ങളിത് കേട്ടിട്ട് 2, 3, 4, 5 പ്രാവശ്യം കേൾക്കണം. നിങ്ങളുടെ രക്തത്തിൽ കയറുന്നവരെ കേൾക്കണം. നിനക്ക് തോന്നണം ഞാൻ ഇതൊന്നും എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ തോന്നണം. അതുവരെ കേൾക്കണം. ഗ്രേഷ്മ എന്തുവേണി എഴുന്നേറ്റ് തന്നെ ഒന്നിങ്ങനെ പിടിച്ച് കളിയാക്കാനല്ലടേ. നമ്മൾ എന്ത് ചെയ്യുവോ? ആരുടെ ഓഫീസോട് നടക്കുവോ? പ്രൗഡ് ഓഫ് ഇറ്റ്. വിതൗട്ട് മീ ഓഫീസ് കോൺ വർക്ക്. ഞാനില്ലെങ്കിൽ സ്വർഗത്തിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ? നോ, യു ആർ സോ വാല്യുബിൾ. ഹല്ലേലൂയ. കരച്ചിൽ വരുന്നു. താങ്ക് യു ജീസസ്. ഐ ആം സോ വാല്യുബിൾ. ആമേൻ. ഭൂമിയിൽ സ്വർഗത്തിനെ അവന്റെ ഉദ്ദേശങ്ങൾ നിവർത്തീകരിക്കാൻ ഞാൻ വേണം. താങ്ക് യു ലോർഡ്. ഐ ഹാവ് ടു ബി ഹോളി. I have to be a holy temple. Thank you, Jesus. Because I am carrying the holiness. Amen. Hallelujah. I am carrying the office. Yes. അടുത്തിരിക്കുന്നവരോട് പറ, ആ ഓഫീസിലെ വേലക്കാരാ ദൂതന്മാർ. അറ്റൻഡർ പണി ചെയ്യുന്നവർ, കാക്കുന്നവർ. പറ, ആ ഓഫീസിലെ അറ്റൻഡർ പണി ചെയ്യുന്നവരാ ഈ ദൂതന്മാർ. 2 ചിറക 4 ചിറക ചിറകില്ല അവരെല്ലാം. ഓഫീസേ ഞാനാ. Then what about them? അവര് നമ്മളെ കാണുമ്പോഴേ സർ, ദാറ്റ്സ് വാട്ട് ദ സിൻ. കാവക്കാരുണ്ട് അതിന്. അതിൻ്റെ ചുറ്റും നിങ്ങൾ ഇത് ഓഫീസാണെന്ന് വിചാരിച്ചു, ചുറ്റും അഗ്നിമതിൽ
ദൂതന്മാർ, കവക്കാര്, അതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ, എൻ്റെ വാക്ക് കേൾക്കാൻ ആൾക്കാർ എന്നെ തെറ്റിപ്പാൻ നോക്കും. ദൂതനെ ഒന്ന് കാണിച്ചാ മതിയായിരുന്നു. 2 പേരുകളോ ദൂതന്മാർ ചുറ്റും നിൽക്കുക. കാരണം യു ആർ ക്യാരിങ് ദ ഓഫീസ്. ഫാദർ, താങ്ക് യു വെരി മച്ച് ഫോർ ദ വണ്ടർഫുൾ ഡേ. എനിക്കറിയാവുന്ന ഒത്തിരി സമയം ഞാൻ എടുത്തു. ഡു യു എൻജോയ് ദ വേർഡ് ടുഡേ? ക്യാൻ യു സ്റ്റാൻഡ് അപ്പ്? ക്യാൻ യു പ്ലീസ്? ആ കണ്ണുകളൊന്ന് അടച്ചേ. നമ്മുടെ ദൈവത്തെ പോലെ വിശ്വസ്തനുണ്ടോ? പറഞ്ഞേ, I am the office of God. I am the office of God. Heaven's office. Heaven's office. ഓഫീസിൽ സ്വർഗം ഈ ഭൂമിയിൽ ചിലത് ചെയ്യേണ്ടതിന് തെരഞ്ഞെടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം. Who can stop you? ആർക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്നാ പറയുന്നേ? You are the selective person. Yes. Selected person. Thank you. Father, I bless these people, Lord. I bless these people, Lord. Hallelujah. Let enjoy the presence of God. Let them enjoy the presence. Let them enjoy ഈ ലോകത്തിലെ അങ്ങയുടെ വലിയ സാന്നിധ്യവും അങ്ങ് ഞങ്ങളിലൂടെ നിവർത്തീകരിക്കാൻ പോകുന്ന അങ്ങയുടെ പദ്ധതിയും എൻജോയ് ചെയ്യുവാൻ ഇവരെ സഹായിച്ചാട്ടെ. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. We love you, Jesus. Amen. I bless these people. Amen. In Jesus' name. Amen. എനിക്ക് കുറച്ചും കൂടെ പറയണമെന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10:38 വായിക്കണം. എഫിഷ്യൻസ് ചാപ്റ്റർ 2:10 വായിക്കണം. ഇന്നലെ വരെ വായിക്കാത്ത അർത്ഥമൊക്കെ ഇപ്പം മനസ്സിലാവുന്നേ. അപ്പോസ്തലപ്രവൃത്തി പറയുക, നസ്രാനായ യേശുവിനെ ദൈവം ആത്മാവിനാലും ശക്തിയാലും എന്ന് എഴുതിയിരിക്കുന്ന വാചകം ശരിയായ ഭാഷയിൽ വായിച്ചാൽ ആത്മാവ് അമ്മയും ശക്തി അതിൻ്റെ കുഞ്ഞും എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിനാലും ശക്തിയാലും നിറച്ചതും ദൈവം അവനോട് കൂടി ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദൈവം കൂടെ വന്നു. ടു ഫുൾഫിൽ ഗോഡ്സ് പ്ലാൻ ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പരിപാടി നടത്താനാണ് ഞാനായിരിക്കുന്നതെന്ന്. അടുക്കളയിൽ പോയിട്ട് അല്ല, അതൊരു ഭാഗമാണ്. ജാക്കുലിൻ സിസ്റ്റർ നേരെ കളക്ട്രേറ്റിലോട്ട് പോവുക. ശ്രദ്ധിച്ചോണം, ദ ഓഫീസ് ആൾസോ ഗോയിങ് ടു ദ കളക്ട്രേറ്റ്. തലേ കയറിയോ? നാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുക. ഐ എം ക്യാരിങ് ഗോഡ്സ് ഓഫീസ് ടു ദ ഹോസ്പിറ്റൽ. അതെന്തിനാ അവിടേക്ക് ഓഫീസ്? അവിടെ ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കാനായി ഓഫീസ് അവിടെ തുടങ്ങിയേ. ബ്രദറെ, ഞാൻ കോളനിയിലാ, ഡോണ്ട് വെറി, അവിടെ ആ ദൈവത്തിൻ്റെ പരിപാടി നടത്താനാ. ഐ എം ലിവിങ് ഇൻ എ ഹൈ സൊസൈറ്റി, അവിടെ ദൈവത്തിൻ്റെ പരിപാടി നടത്താനാ. നീ എവിടാണോ അവിടാണ് സ്വർഗത്തിൻ്റെ ഓഫീസ്.